ഒരു പത്രപ്രവർത്തകനാവുക എന്ന് പറയുന്നത് മുൻകൂട്ടി ആഗ്രഹിച്ചതൊന്നുമല്ല. അവിചാരിതമായി പത്രപ്രവർത്തനത്തിൽ കടന്നു വന്നു. പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലമാണ്. എൻ്റെ നാടെന്ന് പറയുന്നത് ഒരു വിപ്ലവത്തിൻ്റെ നാട് എന്ന് വേണമെങ്കിൽ പറയാം. ശൂരനാട്, വള്ളികുന്നം. ശൂരനാട്ടിൻ്റെ തൊട്ടടുത്താണ് വള്ളികുന്നം. വള്ളികുന്നത്തെ സഖാക്കളാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടത്താൻ കഴിയാതെ വരികയും ഒളിവിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവർ നേരെ തൊട്ടടുത്തുള്ള ഗ്രാമമായ ശൂരനാട്ടേക്ക് മാറുകയായിരുന്നു. ഒളിവ് ജീവിതം നയിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ ശൂരനാട് വള്ളികുന്നം സമതല പ്രദേശമാണ്. വയലും കര പ്രദേശങ്ങളുമാണ്. ശൂരനാടെന്ന് പറയുമ്പോൾ കുന്നും മലകളും അതുപോലെ വലിയ നോക്കത്താത്ത ദൂരത്തിലുള്ള പുഞ്ചപ്പാടങ്ങളുമൊക്കെയുള്ള ആ വില്ലേജിനെ, ആ ഗ്രാമത്തിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു പള്ളിക്കൽ തോടും അവിടുത്തെ കൃഷിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വൃഷ്ടിപ്രദേശം. വാസ്തവത്തിൽ അതിന് പള്ളിക്കത്തോടിന് വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രദേശത്തേക്കാണ് ഇവിടെ നിന്ന് ഒളിവിൽ പോയ ആളുകൾ താമസിച്ചത്. അപ്പോൾ അവിടെ നല്ല കുറേ ചെറുപ്പക്കാരുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, വലിയൊരു ഏതാനും ജന്മിമാർ അവരുടേതായിരുന്നു ഭൂമിയല്ല. അപ്പോൾ അവർ ആ ഭൂമി കൈയടക്കുകയും അവിടുത്തെ പണിയെടുക്കുന്ന തൊഴിലാളികളെ ഒരുതരം അടിമകളെപ്പോലെ, പൊതുവായ കാലഘട്ടം അതായിരുന്നെങ്കിലും ഒരു അടിമകളെപ്പോലെ കാക്കുന്ന ആളുകൾ. വിശേഷിച്ച് ഈ ജാതീയമായി നോക്കിയാൽ നായന്മാർക്ക് കുറച്ച് പ്രാധാന്യമുള്ള കാലമാണ്. എന്നുവെച്ചാൽ കുറച്ച് അംഗീകാരം വന്നു കഴിഞ്ഞു, അസ്പൃശ്യതയൊന്നും അവർക്കില്ലല്ലോ. പക്ഷെ നായന്മാർ പോലും കർഷക തൊഴിലാളികളുടെ ഭാഗം പോലെ, അവരെ പോലെ അടിമകളായി കഴിയേണ്ടി വരുന്ന അവസ്ഥ. ഒരു നിലം ഉഴുന്ന സമയത്ത് ഒരു കാളയെ അടിച്ചതിൻ്റെ പേരിൽ ആ തൊഴിലാളിയെ ആ കാളയ്ക്ക് പകരം മുഖത്തിൻ്റെ കീഴിൽ നിർത്തി പണിയെടുപ്പിച്ച് അത് കണ്ട് ആസ്വദിച്ച ഒരു കാലം. അങ്ങനെ ജന്മിയുടെ ഒരു കിരാത ജീവിതം നടക്കുന്ന കാലം. അതിൽ പ്രതിഷേധമുള്ള ചെറുപ്പക്കാർ സ്വാഭാവികമായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിതരാവുകയും അവരെ നയിക്കാൻ പുതുപ്പള്ളി രാഘവനും ശങ്കരനാരായണ തമ്പിയും CK കുഞ്ഞിരാമനും പിന്നീട് തോപ്പിൽ ഭാസിയും ഒക്കെ, തനത്താഴ് രാഘവൻ, KN ഗോപാലൻ, ഇവരൊക്കെ അവിടെ പ്രവർത്തിക്കുന്ന കാലത്ത് ഈ ആളുകളെ സംഘടിപ്പിച്ച് അവിടെ ഒരു ശക്തമായ പ്രസ്ഥാനം ഉണ്ടാവുകയും അങ്ങനെയാണ് ശൂരനാട് സംഭവം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ ശൂരനാട് സ്വാതന്ത്ര്യം 49-ലാണ് ആ സംഭവം ഉണ്ടാകുന്നത്. 50 അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ തിരുവിതാംകൂറിൽ നിരോധിക്കുന്ന അവസ്ഥയിലെത്തി. ഇവരെല്ലാം 26ഓളം പ്രതികളുണ്ടായിരുന്നു. തോപ്പിൽ ഭാസി അതിൽ പങ്കാളിയല്ലെങ്കിൽ പോലും പ്രതിയായി. പുതുപ്പള്ളി രാഘവൻ അദ്ദേഹത്തിൻ്റെ പേരിൽ തെളിവില്ലാത്തതുകൊണ്ട് പറഞ്ഞു വിട്ടു. ശങ്കരനാരായണൻ തമ്പിയെ വെറുതെ വിട്ടു. അങ്ങനെ പൊതുവിൽ ആ വലിയ സംഭവം ആ നാടാകെ വല്ലാത്ത ഒരു സ്വാധീനം ചെലുത്തിയിരുന്നു. വളരെ വേഗം കോൺഗ്രസിൻ്റെ വളരെ അടിത്തറയുള്ള ആ പ്രദേശം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ കേന്ദ്രമായി വളർന്നു വന്നു. അതാണ് ശൂരനാട്, വള്ളികുന്നം പ്രദേശങ്ങളിലുണ്ടായത്. 51-ലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷമാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ പിതാവും കമ്മ്യൂണിസ്റ്റായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. എൻ്റെ കുടുംബം കോൺഗ്രസ് ആണെങ്കിൽ പോലും അച്ഛൻ്റെ സ്വാധീനമാണ് എന്നെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരാൻ കാരണം. വളരെ ചെറുപ്പത്തിലെ തന്നെ ഞാൻ ചുവന്ന
ഈ ചുവന്ന കൊടിയെ ഇഷ്ടപ്പെട്ടു. BP നായർ മത്സരിക്കുമ്പോഴും അതിനുശേഷം ഉള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എന്നെക്കൊണ്ട് സ്ഥാനാർത്ഥിക്ക് മാലയിടിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ കുടുംബത്തിന്. അങ്ങനെയൊക്കെയുള്ളൊരു കാലം. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ വിദ്യാർത്ഥിയാവുന്നത്. ഞാൻ കോളേജിൽ ആൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാവുന്നു. ശാസ്താംകോട്ട കോളേജിലാണ് ഞാൻ BA പഠിച്ചിരുന്നത്. അന്ന് അവിടുത്തെ കൊല്ലം ജില്ലയിലെ SF-ൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ഞാൻ ആലപ്പുഴ പോയപ്പോൾ ആലപ്പുഴ എന്ന് പറയുന്ന അന്ന് പാർട്ടി രണ്ടായിട്ട് പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി വിഭജിച്ചതുകൊണ്ട് കായംകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി SF-ൻ്റെ. അങ്ങനെ അതിലൂടെയാണ് ഞാൻ പിന്നീട് അവിടുത്തെ വള്ളികുന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറിയായി, മാവേലിക്കര മണ്ഡലത്തിലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി. അതിനുശേഷം ഞാൻ ഇവിടുത്തെ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു. ഇതിനിടയിലാണ് പാർട്ടിയുടെ നിയോഗമനുസരിച്ച് എന്നെ കൊല്ലത്തേക്ക് അയക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കൊല്ലത്ത് വരുന്നത്. 1976 സെപ്റ്റംബറിലാണ് ഞാൻ കൊല്ലത്ത് ജനീകത്തിൽ സബ് എഡിറ്റർ ട്രെയിനിങ് ആയിട്ട് വരുന്നത്. അതൊക്കെ മത്സര പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കാമ്പിശ്ശേരിയും തെങ്ങവും ബാലകൃഷ്ണനും ആര്യാട് ഗോപിയും കൂടിയാണ് ഞങ്ങളുടെയൊക്കെ പേപ്പർ നോക്കിയത്. അങ്ങനെ അതിൽ 3-4 പേരെ സെലക്ട് ചെയ്തു. അതിലൊരാളായിട്ട് എന്നെയും എടുത്തു. അങ്ങനെ ഞാൻ കൊല്ലത്ത് അങ്ങനെ പത്രപ്രവർത്തനത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ പത്രപ്രവർത്തകനാകാനൊന്നും ആയിരുന്നില്ല. പത്രപ്രവർത്തനത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ആയി. അത് പാർട്ടിയുടെ ഒരു നിയോഗമാണ്. അതാണ് ഇന്നും എൻ്റെ പ്രവർത്തന ശൈലി അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വതന്ത്ര പത്രപ്രവർത്തനം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ സത്യസന്ധമായ ജീവിത രീതി എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ മുഖപത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായി എനിക്കതിനുള്ള സൗകര്യമുണ്ട്. നേരെ മറിച്ച് മറ്റൊരു പത്രത്തിലാണെങ്കിൽ എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് മാറേണ്ടി വരും, ഇഷ്ടം പോലെ ചെയ്യുന്നത്. ഇന്ന് വരെ 76-ന് ശേഷം ഇന്ന് വരെ ജനീകമല്ലാതെ മറ്റൊരു പത്രത്തിലേക്ക് ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ജനീകത്തിൽ ഞാൻ നേരത്തെ വാർത്തകൾ കൊടുക്കാനൊക്കെ വരുമായിരുന്നു. SF-ൻ്റെ ഭാരവാഹി ആയതുകൊണ്ട് കൃത്യമായും ജനീകത്തിൽ വാർത്ത കൊടുക്കാൻ വരും. അന്ന് വാർത്ത കൊടുക്കാൻ വരുമ്പോൾ അന്ന് ഇവിടുത്തെ ലേഖകൻ V. ലക്ഷ്മണൻ, നല്ല വെള്ളവേഷത്തിൽ വരുന്ന V. ലക്ഷ്മണൻ, വളഞ്ഞ് കുത്തിപ്പോകുന്ന നമ്മുടെ കാമ്പിശ്ശേരി, നല്ല ഉറച്ച് സംസാരിക്കുന്ന നീളം കുറഞ്ഞ തെങ്ങവും ബാലകൃഷ്ണൻ, എപ്പോഴും മുറുകി തുപ്പുന്ന ആര്യാട് ഗോപി, പിന്നെ എപ്പോഴും നർമ്മ പറയുന്ന വിതുര ബേബി, അതുപോലെ S. ഗോപിനാഥൻ നായർ എന്ന് പറഞ്ഞ ആൾ. അങ്ങനെ നമ്മുടെ അന്ന് പത്രത്തിലുണ്ടായിരുന്ന ഒരുപിടി വലിയ ആളുകൾ എല്ലാവരും നല്ല ഓരോ രംഗത്തും മിടുക്കന്മാരായിരുന്നു. അവരുടെ ഇടയിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വരവ് തന്നെ എനിക്ക് പ്രധാനമായി തന്നിരിക്കുന്നത് പത്രത്തിൽ ആവശ്യമായ തരത്തിലുള്ള വാർത്തകൾ എഴുതുന്നതിനുള്ള പരിശീലനം എന്ന് പറയുന്നത് നമ്മുടെ പത്രത്തിന് ആവശ്യമുള്ളത് എന്ത് എന്നുള്ളതാണ് കൃത്യമായി എനിക്കൊരു തുടക്കം മുതൽ തന്നെ പരിശീലനം. അതിന് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് തെങ്ങമ്മമാണ്. ഇപ്പോൾ ട്രാൻസ്ലേഷൻ PTA-യും UNA-യും ആണെന്ന് വരുന്ന വാർത്താ സോഴ്സ് എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ IPA എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ന്യൂ ഏജ് എന്ന് പറയുന്ന പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൻ്റെ വാർത്ത ഒരു ആഴ്ചപ്പതിപ്പുണ്ട്, ഒരു ദ്വൈവാരികയുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടെത്തി ജനീകത്തിന് തയ്യാറാക്കുക, അതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തി കൊടുക്കുക എന്ന് പറയുന്ന ജോലിയിലാണ് ആദ്യമേ തന്നെ എനിക്ക് അസൈൻ ചെയ്തു തന്ന കാര്യം. എന്നാൽ ഈ പത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇപ്പം ഇന്നത്തെ പത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പലരും സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. വൻകിട പത്രങ്ങളുടെ കാര്യം ആണ് അത് കൂടുതലുള്ളത്. കൊച്ചു പത്രങ്ങൾക്കൊന്നും അങ്ങനെ സ്പെഷ്യലൈസേഷനൊന്നുമില്ല. ഇപ്പോൾ ഞാൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉടനെ ഒളിമ്പിക്സ് വരും, ഫുട്ബോൾ വരും.
എനിക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ് വരുന്നത് എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു മേഖലയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിക്കറ്റായാലും ക്രിക്കറ്റിലെ ടേംസ് ആയാലും അതിലെ ഓവറായാലും അതിൻ്റെ ഇതൊക്കെ ഞാൻ പണ്ട് കുട്ടിയും കോലും കളിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്കിതുമായി യാതൊരു ബന്ധമില്ല. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് ക്രിക്കറ്റ് എഴുതാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അത് മുൻപ് നടത്തിയിട്ടുള്ള മുൻപുണ്ടായ പത്രങ്ങളിലെ വായനയിലൂടെയും ഒക്കെ അതിലൂടെ വന്ന തെറ്റുകൾ, ആ തെറ്റുകളൊക്കെ അവർ തിരുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ ചില ലേഖകന്മാർ 150 വിക്കറ്റിന് 10 റൺസ് എന്നൊക്കെ എഴുതി ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി പോകുന്നുണ്ടാവും. അങ്ങനെയൊക്കെ എഴുതുന്ന ഒരു ഘട്ടം അത് സ്വാഭാവികമായി വരുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി പരിചയമില്ലാത്ത ഇന്നത്തെ കുട്ടികൾക്കും എല്ലാം ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വളരെ സുപരിചിതമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ സ്പിന്നും അല്ലെങ്കിൽ ഓരോ ബോളെന്ന് പറയുന്നതിൻ്റെയും അതിൻ്റെ ആംഗിള്, അതിൻ്റെ ദൂരം, അതിൻ്റെ സ്പീഡ്, ഇതെല്ലാം കൃത്യമായി പഠിക്കുന്ന അങ്ങനെയുള്ള ഒരു തലമുറയിലാണ് നമ്മൾ. പക്ഷേ അന്നത്തെ കാലത്ത് ഈ 76 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ക്രിക്കറ്റ് ശക്തമായി വന്നിട്ടില്ല. ദൂരദർശനിൽ അപൂർവമായി വരുന്ന ചില കാര്യങ്ങളല്ലാതെ ഒന്നുമില്ല, നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെയൊക്കെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് ഞാൻ ക്രിക്കറ്റ് എന്നൊരു ഉദാഹരണം പറഞ്ഞാണ്. ക്രിക്കറ്റായാലും യുദ്ധമായാലും ശാസ്ത്രമായാലും മറ്റ് കലാ സാഹിത്യ പരിപാടിയായാലും ഇതെല്ലാം ഒരു സബ് എഡിറ്റർ ട്രെയിനിങ് ആയാലും അതിന് ശേഷമായാലും അയാൾ അത് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. എന്നുവെച്ചാൽ മിനിമം കാര്യങ്ങൾ എഴുതാൻ, തെറ്റുകൂടാതെ എഴുതാനുള്ള ഒരു പഠിത്തം, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി എനിക്ക് കിട്ടിയ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും കൈവെക്കാൻ കഴിഞ്ഞു എന്നുള്ള അതാണ്, ആ അഹങ്കാരമാണ് അന്നത്തെ ഈ പത്രപ്രവർത്തകർക്ക് ലഭിച്ച പരിശീലനത്തിൽ നിന്നുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത്. അത് തീർച്ചയായും എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഉള്ള ഒരു അനുഭവമായി പറയാൻ കഴിയും. ആദ്യത്തെ ബൈലൈൻ എന്ന് പറയുന്നത് അതൊരു മോസ്കോ ചിത്രത്തെ പറ്റി, മോസ്കോയിലെ ഒരു ഫിലിം പ്രോജക്റ്റിനെ പറ്റി, എനിക്കത് ഓർക്കുന്നില്ല, സിനിരമയിലാണ് ഞാൻ ആദ്യമായി, അത് സത്യത്തിൽ ട്രാൻസ്ലേഷനാണ്, ബൈലൈൻസ് കൊടുക്കാൻ കഴിയുമോ എന്ന് നിർദ്ദേശം തെങ്ങമ്മോ അത് എൻ്റെ ബൈലൈനായി കൊടുത്തു. ഞാൻ ആദ്യമായി എൻ്റെ പേരച്ചടിച്ച് വരുന്നത് സിനിരമയിലാണ്. മോസ്കോയിലെ ഒരു ചിത്രത്തെക്കുറിച്ച് വന്ന ഒരു അനലിറ്റിക്കൽ റിപ്പോർട്ടാണ്. വളരെ കൃത്യമായി അതിനെപ്പറ്റി പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ എൻ്റെ സ്വതന്ത്രമായ അതേ ട്രാൻസ്ലേഷൻ അല്ലാതെ സ്വതന്ത്രമായി എഴുതാൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് വിജയിച്ചോന്ന് എനിക്കറിയില്ല, വിജയിച്ചിട്ടുണ്ടാവില്ല. അതിലൊക്കെ ഒരുപാട് തിരുത്തൽ തെങ്ങമം വരുത്തി അത് കൊടുത്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ വന്നൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് സിനിമയ്ക്ക് വേണ്ടി ഒരു സാധനം എഴുതാൻ പറഞ്ഞു, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാനത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ പത്രത്തിന് വേണ്ടി പിന്നെ എത്രയോ ലേഖനങ്ങൾ ധാരാളം, പിന്നെ ഈ കാർഷിക പേജുകളൊന്ന് വളരെ പ്രധാനം. എനിക്ക് കാർഷിക പേജായിരുന്നു, തൊഴിൽ പേജുമായിരുന്നു എനിക്ക് പ്രധാനമായിട്ട് അന്ന് എനിക്ക് കിട്ടിയിരുന്ന 2 കാര്യങ്ങൾ. സ്വതന്ത്രമായി ചെയ്യാനുള്ള പേജ്. അപ്പോൾ അന്ന് കാർഷിക പേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, അതായത് ഹേലി സാർ അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കേരളത്തിലെ കാർഷിക രംഗം പത്രാധിപന്മാരുടെ ഒരു പ്രത്യേകമായ ഒരു സമ്മേളനമല്ല, 2-3 ദിവസത്തെ ഒരു ക്യാമ്പ് വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു. അപ്പോൾ കാർഷിക മേഖലയുമായി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ, അതുപോലെ തന്നെ അന്ന് നമ്മുടെ കോട്ടയത്തെ അരമനയിൽ അന്ന് അന്നത്തെ ഉർലോസ് തിരുമേനിയല്ല, അന്ന് ഗ്രിഗോറിയസ് തിരുമേനിയാണ് അന്ന് ദേവലോകത്തിൻ്റെ അധിപനായിട്ടുള്ള ഡൽഹി DOSSൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് കാർഷിക രംഗവുമായിട്ട് വലിയ ബന്ധം, ഉദയഭാനുമായിട്ടുള്ള ബന്ധം, ഈ ഇദ്ദേഹവുമായി ഹേലി സാറുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ വെച്ചിട്ട് അവിടെ തന്നെ ഞങ്ങൾ 3 ദിവസം ക്യാമ്പുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ പല സ്ഥലങ്ങളിലും ഞങ്ങളെ കൊണ്ടുപോയി കാർഷിക രംഗത്തുണ്ടാകുന്ന അഭിവൃദ്ധിയെപ്പറ്റി കാണുന്നുണ്ട്. അന്ന് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്നതിൻ്റെ തുടക്കം വളരെ വി രാഘവനോ അവരുടെ കാലത്താണത്, അല്ല എമ്മൻ്റെ കാലത്താണെന്ന് തോന്നുന്നു ആ കാർഷിക പേജ് വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അത് വളരെ രസകരമായിരുന്നു, വലിയ അനുഭവമായിരുന്നു. കാർഷിക രംഗത്തുള്ള ഒരു പത്രാധിപന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ ആ പ്രവർത്തനങ്ങളുടെ കഴിഞ്ഞിട്ട് എനിക്കും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഹാർബർ ബോർഡിലെ അവരുടെ
റബ്ബർ ബോർഡിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട്. ഇവരുടെ പേരുകളൊക്കെ മറന്നുപോയി. അതുപോലെ സീരി എന്ന് പറഞ്ഞ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ മറ്റേ എന്താണ് വിജ്ഞാന വ്യാപനത്തിൻ്റെ ഡയറക്ടറായിരുന്നയാൾ. അങ്ങനെ സ്പൈസസ് ബോർഡിൽ ഇങ്ങനെ വിവിധ ഏജൻസികൾ അവരെല്ലാം ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നു. അവർ ക്ലാസ് എടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് കാർഷിക രംഗത്ത് ഉണ്ടാകുന്ന എല്ലാ ഡെവലപ്മെൻറ്റും ഓരോ വർഷവും നമുക്ക് ഇങ്ങനെയൊരു പഠനത്തിലൂടെ അത് കാർഷിക മൃഗസംരക്ഷണ മേഖലകളിലെ ഡയറിയിലെ എല്ലാ കാര്യങ്ങളും അറിയാനും ബന്ധപ്പെടാനും അതിൻ്റെ പ്രമുഖന്മാരുമായി പത്രക്കാർക്ക് ഡേ ടു ഡേ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനും സംശയങ്ങൾ നിവാരണം നടത്താനും എല്ലാം കഴിയുന്ന ഒരു നല്ല സംവിധാനമായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് വെള്ളം ചേർത്ത് ഹേലി സാർ അതിൻ്റെ ചുമതല വിട്ടതോടുകൂടി പിന്നീട് അതൊന്നും എനിക്ക് കാർഷിക രംഗത്തുണ്ടാകുന്ന ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ ഒരു വളർച്ച എന്താണെന്ന് നമ്മുടെ മനസ്സിലേക്ക് അറിയാനുള്ള ഒരു ഇമ്പൾസ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചത് ഈ പറഞ്ഞ പരിപാടിയിലൂടെ. അതുപോലെ ഇവരെല്ലാമായിട്ടും നിരന്തരമായ ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നത്. അങ്ങനെ അതുപോലെ തന്നെ തൊഴിൽ പങ്ക്തി, ഈ ചെറുപ്പക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഇന്നത്തെ ഏറ്റവും നല്ല തൊഴിലവസരങ്ങളെക്കുറിച്ചിട്ടുള്ള ആ ഒരു പേജ്, കംപ്ലീറ്റ് ഒരു പേജ്, ആഴ്ചയിലൊരിക്കലൊരു പേജ്, ആ രണ്ട് കാര്യങ്ങളും ഞാനാണ് ജനീയത്തിന് വേണ്ടി ദീർഘകാലം നിർവഹിച്ചത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചില പ്രത്യേക മേഖലകൾ സ്പെഷ്യലൈസ് ചെയ്യുകയും അതേസമയം തന്നെ ജനറലായി പിന്നെ ഞങ്ങൾക്ക് ഓരോ ദിവസവും ഞങ്ങൾക്ക് ഷിഫ്റ്റാണ്, ഒന്നിരാടമാണ് പത്രാധിപന്മാർ വരുന്നത്. ഞങ്ങൾ 6 പേരാണെന്ന് പ്രധാനമായിട്ട് സബ് എഡിറ്റർ, സീനിയർ സബ് എഡിറ്റർ എന്നൊക്കെ അങ്ങനെ തസ്തികയൊന്നും വലുതായിട്ടില്ല. എങ്കിലും ആ ഒരു ഞങ്ങളെല്ലാം അങ്ങനെയാണ്. സീനിയറിനെ സീനിയറായിട്ട് അംഗീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു തരം തിരുവൊന്നും അത്ര വന്നില്ല. അപ്പോൾ എങ്കിലും ഈ 3 പേരുള്ള ഒരു ഷിഫ്റ്റിൽ ഒരാൾ, പ്രധാനപ്പെട്ടയാൾ, അയാളായിരിക്കും അവസാനമായി ഈ പേജെല്ലാം നോക്കി പോണത്. എന്നാൽ അതിലൊരാൾ രാത്രിയിൽ പത്രം അടിക്കുന്നത് വരെ, അന്ന് 12 മണിയോടുകൂടിയാണ് പത്രം, 11:45 പത്രം അടിക്കുന്നത്. അന്ന് റോട്ടറിയൊക്കെ വന്നു കഴിഞ്ഞു. റോട്ടറിയിൽ അപ്പോൾ ഈ അച്ച് ഇതിനകത്ത് അക്ഷരം നിരത്തിയിട്ടുള്ള ജോലിയാണ്. വലിയ അന്ന് ഈ ഹെഡിങ് എഴുതുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ രസകരമാണ്. അപ്പോൾ അക്ഷരം മുറിച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ മുറിച്ചു കൊടുക്കാൻ ചില അക്ഷരങ്ങൾ മുറിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ കമ്പോസിറ്റർ നമ്മളും കൂടി ഉണ്ടാകുന്ന ഒരു സംവാദമുണ്ട്. ചിലപ്പോൾ അയാൾക്ക് ദേഷ്യം വരും. ഇതിങ്ങനെ പലതവണ മുറിച്ച് മാറ്റുന്ന പറഞ്ഞാൽ അതിൻ്റെ ദേഷ്യം. അങ്ങനെ ഈ എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രാകൃതം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ആ പഴയ അക്ഷരം നിരത്തിക്കൊണ്ടുള്ള ആ ഒരു കാലഘട്ടം അന്ന്. പക്ഷേ നമ്മളെക്കാൾ വിവരമുള്ള ആളുകളായിരുന്നു അന്നത്തെ കമ്പോസിറ്റേഴ്സ്. കാരണം അവർ എന്നേക്കാൾ മുമ്പേ വന്നവരും അവർക്കിതൊക്കെ അറിയാവുന്നവരും അത്ര മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ. അതുപോലെ നല്ല പ്രൂഫ് റീഡേഴ്സ് ഉണ്ടായിരുന്നു. സംസ്കൃതം നന്നായി പറയുന്ന GP ആചാര്യയെ പോലെയുള്ള പ്രൂഫ് റീഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്കൊരു തെറ്റ് വന്നാൽ പോലും അത് തിരുത്തി, ആശയപരമായ തെറ്റുകൾ പോലും വന്നാൽ ചൂണ്ടിക്കാണിക്കത്തക്ക വിധത്തിലുള്ള മിടുക്കുള്ള പ്രൂഫ് റീഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പരമാവധി തെറ്റുകൾ, ഇതൊക്കെ പറഞ്ഞെങ്കിലും തെറ്റുകൾ വരുന്ന സാഹചര്യവും ഉണ്ടാവും. പക്ഷേ എങ്കിലും തെറ്റുകൾ പരമാവധി കുറയ്ക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം. പിന്നെ കാമ്പിശ്ശേരി ആ കാലഘട്ടത്തിൽ വാരികയിലായിരുന്നു, വാരിക മാത്രമായിരുന്നു അദ്ദേഹം. ഇന്ന് ഞങ്ങൾ പത്രാധിപ സമിതി കൂടും. എല്ലാ ദിവസവും പത്രാധിപ സമിതി കൂടുമ്പോൾ പത്രത്തെപ്പറ്റി പൊതുവായിട്ടുള്ള നിരൂപണങ്ങൾ നടത്തും. പത്രത്തിൻ്റെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കും. അവസാനം മറുപടി പറയുമ്പോൾ കാമ്പിശ്ശേരിയും തെങ്ങമ്മവുമാണ് മറുപടി പറയുന്നത്. അപ്പോൾ കാമ്പിശ്ശേരിയുടേതായ നർമ്മഭാഷയിൽ നമ്മുടെ വാർത്തകളിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആകാമായിരുന്നു, ആ വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ, നമ്മുടെ പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് അന്ന് മാനേജിങ് എഡിറ്ററും കൂടിയാണ് കാമ്പിശ്ശേരി. അപ്പോൾ അതേപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അതിനെ ലേഖകന്മാരെ ബന്ധപ്പെടുന്ന കാര്യത്തിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ നമ്മളുടെ ഒരു മൊത്തത്തിൽ നമ്മുടെ പ്രവർത്തനത്തിനെ അവലോകനം ചെയ്യാനും, ആ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് അതും ഒരു അനുഭവമാണ്. കാരണം ഇവരൊക്കെ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ സംവാദങ്ങളുണ്ടാകും. ഈ അന്ന് വി ലക്ഷ്മണനാണ് സീനിയറായിട്ടുള്ള കറസ്പോണ്ടൻറ്റ്. അപ്പോൾ അദ്ദേഹം എഴുതുന്ന ലേഖനങ്ങൾ, എഴുത്തിനകത്ത് പോരായ്മകളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ക്ഷോഭം വരും. അപ്പോൾ കാമ്പിശ്ശേരി ആണെങ്കിൽ പോലും അദ്ദേഹം കയറി ഷൗട്ട് ചെയ്യും. ഇവരെല്ലാം ഒരേ കാലഘട്ടത്തിൽ ജനീയത്തിൽ വന്നതാണ്. 1953 പത്രം തുടങ്ങുമ്പോഴും 49 പത്രത്തിലും ഉണ്ടായിരുന്ന ആളുകളാണ്. കാമ്പിശ്ശേരി 53 വരുന്നത്. ലക്ഷ്മണൻ അതിന് മുമ്പ് തന്നെ ലേഖകനായി കഴിഞ്ഞു. മനസ്സിലായത്. അപ്പോൾ വളരെ സീനിയറായിട്ടുള്ള ഇവർ തമ്മിലുണ്ടാകുന്ന ഈ സംവാദം, അതുപോലെ തന്നെ വാർഷിക പതിപ്പുകൾ വരുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു എഡിറ്റോറിയൽ കൂടും.
എഡിറ്റോറിയൽ വിഭവങ്ങൾ എന്തൊക്കെയായിരിക്കണം, സാഹിത്യം എന്തായിരിക്കണം, പുതിയ നോവൽ എന്തായിരിക്കണം, പ്രധാനപ്പെട്ട ആളുകളുടെ ഈ ഒരു സവിശേഷമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മളൊരു ഡിബേറ്റ് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ചർച്ചകൾ. അതിലൊരു എഡിറ്ററെ നമ്മളതിൻ്റെ ആ വാർഷിക പതിപ്പിൻ്റെ ചുമതലക്കാരാണ്. വാർഷിക പതിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഉത്സവമാണ്. ജനകീയ ഓണം വിശേഷപ്രതി എന്ന് പറയുന്നത് ആ ഓണക്കാലത്ത് 2 ലോറികൾ വരുന്നു, ആ ലോറികളിൽ ഇത് നിറയ്ക്കുന്നു, എന്നിട്ട് കേരളം മുഴുവൻ ഇവിടെയൊക്കെ അറ്റം വരെ പോകാനും 2 സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു MC റോഡ് വഴി നാഷണൽ ഹൈവേ വഴിയും തിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചുമതലപ്പെടുന്നു. അവരെല്ലാം അതിനകത്ത് ലോറി കയറി ആ ഉത്സവ യാത്ര വിശേഷപ്രതിയും കൊണ്ട് പോകുന്ന രംഗം, ആ വിശേഷപ്രതി തയ്യാറാക്കുന്നതിൻ്റെ ഒരു രസകരമായ കാര്യം, ഇതൊക്കെയെന്ന് പറയുന്നത് കൂട്ടായ കാര്യമാണ്, ഒരു വ്യക്തിയൊന്നുമല്ല. അതിനുവേണ്ടി പടം വരയ്ക്കാനായിട്ട് ഗോപാലൻ വരുന്നു, ഗോപാലൻ്റെ ഇലസ്ട്രേഷൻ, അതൊക്കെ എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ജനയുഗത്തിൽ ഇത്രയധികം വാരിക ജനപ്രിയമാക്കുന്നതിൽ ഗോപാലൻ്റെ സംഭാവന വളരെ വലുതാണ്. കാമ്പിശ്ശേരി ആദ്യം ജനകീയ വിശേഷ വാരികയുടെ ചുമതല വൈക്കം ചന്ദ്രശേഖരൻ നായരായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് വൈക്കം പോയി കഴിഞ്ഞു, ഇഗ്നേഷ്യസും പോയി കഴിഞ്ഞു, കാക്കനാടൻ്റെ ചേട്ടൻ ഇഗ്നേഷ്യൻ പോയ തൊട്ട് പുറകിനാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാണ് കാമ്പിശ്ശേരി വരുന്നത് 63. അപ്പോഴത്തേക്ക് അതിനു മുമ്പ് ജനയുഗത്തിലുണ്ടായിരുന്ന വലിയ ഗോവിന്ദൻ നായർ, N ഗോവിന്ദൻ നായർ, അതിനുശേഷം R ഗോവിന്ദൻ നായർ, ഇവർ N ഗോവിന്ദൻ നായർ പിന്നീട് പേറ്ററോട്ടിലേക്ക് പോയി, UNA-യിലേക്കൊക്കെ പോയി, അങ്ങ് ഡൽഹിയിലേക്ക് പോയി. R ഗോവിന്ദൻ നായർ ബിസിനസ്സും ഒക്കെ ആയിട്ട് അദ്ദേഹമാണ് ജനയുഗത്തിൻ്റെ പ്രസാധകൻ, ആദ്യത്തെ പ്രസാധകനും. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ജനയുഗത്തിന് ആദ്യമായി ഡിക്ലറേഷൻ എഴുതി വെച്ചത്. അതും ഒരു വലിയ ചരിത്രമാണ്. ജനയുഗത്തിന് അന്ന് തുടങ്ങണമെങ്കിൽ 49 കാലത്ത് ജനയുഗം പാർട്ടി നിരോധിച്ച കാലമാണ്. MN ഒക്കെ ഒളിവിലാണ്. ഈ ഒളിവിലായ കാലത്ത് MN-ൻ്റെ സഹായം അന്ന് ആദ്യം ഇവരെല്ലാം ഈ N ഗോവിന്ദൻ നായർ, R ഗോവിന്ദൻ നായർ, കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ക്രിസ്പിച്ചായൻ, അദ്ദേഹം പിന്നീട് AER പോയി, ഇവരെല്ലാം KN പങ്കജാക്ഷൻ നായർ, രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന ളിപ്പ മാസ്റ്റർ, ജനയുഗത്തിൻ്റെ പേരിട്ടയാളിൻ്റെ പേരാണ് ളിപ്പ മാസ്റ്റർ. അതായത് രാമേന്ദ്രൻ അവിടുത്തെ ടാഗോറിൻ്റെ വിദ്യാനികേതനിൽ പഠിച്ചു വന്ന വലിയൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ ആൾ. അതുപോലെ KN പങ്കജാക്ഷൻ നായർ ഈ കൊല്ലത്തെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച KN പങ്കജാക്ഷൻ നായർ. അപ്പോൾ ഇവരെല്ലാമായിരുന്നു അന്ന് തങ്ങൾ കുഞ്ഞു മുസ്ലിയാരുടെ പ്രഭാതം പത്രത്തിലായിരുന്നു. ആ പ്രഭാതം പത്രത്തിൽ നിത്യസന്ദർശകനായിരുന്നു MN. കാരണം MN ലേറ്റസ്റ്റ് വാർത്തകൾ അറിയാനുള്ള സന്തോഷം, ഈ ചെറുപ്പക്കാരുമായി MN-ൻ്റെ ബന്ധം, അതിലൂടെ അവസാനം ഇവരെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടിയ ആൾക്കാരാണ്. മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പത്രാധിപന്മാരെല്ലാം, അന്നത്തെ പത്രാധിപന്മാരെല്ലാം ലയോള കോളേജിലും അതുപോലെ മദ്രാസ് ക്രിസ്ത്യൻ, ഇവിടുത്തെ മധുരയിലെ മധുര അമേരിക്കൻ കോളേജിലും ഒക്കെ പഠിച്ച് വന്നിട്ടുള്ള വലിയ മിടുക്കന്മാരായ ആൾക്കാരാണ്. അവരൊക്കെയാണ് ഈ പത്രപ്രവർത്തനം നടത്താൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നത്. ഈ രാമൻ അന്ന് പത്രത്തിന്, അപ്പോൾ ഇവർ അങ്ങനെ ഒരു പത്രം തുടങ്ങുന്നതിന് മുമ്പുള്ള കഥയാണത്. അപ്പോൾ ഇവർ രാമേന്ദ്രൻ നായർ ഇവരെല്ലാം കൂടെ ഇരുന്ന കൂട്ടത്തിൽ നമുക്ക് ജനീകം, പീപ്പിൾസ് ഏജ്, ജനീകം എന്ന് പറയുന്ന ഒരു പേരിട്ടാലോ, അങ്ങനെയാണ് ജനീകം എന്ന് പേര് വന്നാൽ ഡിക്ലറേഷൻ ആവില്ലല്ലോ. ഡിക്ലറേഷൻ തരണമെങ്കിൽ എന്ത് വേണം? പട്ടംതാനമുള്ള തീരുമാനിക്കണം. പട്ടംതാനമുള്ളയാണ് അന്ന് തിരുവിതാംകൂറിൻ്റെ മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം അന്ന് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആരെങ്കിലും ഇത് അവതരിപ്പിച്ച കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് കൊടുക്കുകയില്ല. അത്രയും ദേഷ്യമുള്ള അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ മാർഗം? അങ്ങനെയാണ് ഇവരാലും ഈ ഗോപിനാഥൻ നായരുടെ അച്ഛൻ തിരുവിതാംകൂർ സർജൻ ജനറൽ രാമപിള്ളയാണ്, ഡോക്ടർ രാമപിള്ളയുടെ മോനാണ്. രാജൻ എന്ന് പറഞ്ഞത് R ഗോപിനാഥൻ നായരുടെ സിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇവരുടെ അമ്മ, ഈ ഗോപിനാഥൻ നായരുടെ അമ്മ പാട്ടക്കോട്ടിൽ ജാനകിയമ്മ എന്നാണ് പറയുന്നത്. ആ സ്ത്രീ അവർ വലിയൊരു മനുഷ്യത്തെയാണ്, വലിയ ചരിത്രമാണ് അവരുടേത്. മുമ്പ് ഓരോരുത്തർക്കും ഓരോ ചരിത്രമുണ്ട്. അവർ ഭർത്താവിനോട് പറയുന്നുണ്ട്, ദേഷ്യക്കാരനാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ് രാമപിള്ള സർജൻ ജനറൽ. മോന് പത്രപ്രവർത്തനം പഠിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട്
ഒരു പത്രത്തിൻ്റെ ഒരു അനുവാദം വാങ്ങിച്ചു കൊടുക്കണം. ഓ, അപ്പം പുള്ളി ധരിച്ചത് ഗോയങ്കെ പോലെയോ അതല്ലെങ്കിൽ അതുപോലുള്ള ഏതോ ഒരു വലിയ പത്രസ്ഥാപനം നടത്താൻ മോൻ്റെ ഒരാഗ്രഹമല്ലേ. ഓ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ചെന്നിട്ട് നേരെ പട്ടത്താനുള്ള പറയാം, എൻ്റെ മോനെ ഇപ്പോൾ ഒരു ആഗ്രഹം, ഒരു പത്രം തുടങ്ങണം. ഓ അതിനെന്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടറും കൂടിയാണ് ഈ സർജൻ ജനറൽ രാമപിള്ള. അപ്പോൾ തന്നെ അതിനുള്ള പൈസയും കെട്ടിവെച്ച്, ജനയുഗത്തിൻ്റെ കാശ് കെട്ടിവെക്കുന്നത് രാമപിള്ളയാണ്. കെട്ടിവെച്ചിട്ട് ജനയുഗത്തിൻ്റെ ഡിക്ലറേഷൻ വാങ്ങിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഡിക്ലറേഷനും കിട്ടി, പേരുമായി. പക്ഷെ പത്രം തുടങ്ങണമെങ്കിൽ എന്ത് വേണം? മൂലധനം. അതിനൊരു മാർഗ്ഗമായി. ഇവർ ചെറുപ്പക്കാർക്കാർക്കെങ്കിലും 10 പൈസയുണ്ട്. ഇവരുടെ വീടിൻ്റെ ഈ ഗോപിനാഥൻ നായരുടെ ഗോപിനാഥൻ നായരുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിലിരുന്ന് പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ചർച്ച മാത്രം. അപ്പോഴത്തേക്ക് എം എൻ അറസ്റ്റിലായി. പുന്നപ്രവേലാർ സമരം കഴിഞ്ഞ് എം എൻ അറസ്റ്റിലായി. അപ്പോൾ എം എൻ്റെ സഹായമില്ല, എം എൻ സഹായിക്കുമെന്നാണ് ധരിച്ചത്. അപ്പോൾ ഇവർക്കൊരു മാർഗ്ഗമില്ല, പത്രം തുടങ്ങിയേ പറ്റൂ. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ക്രൂരമായ ജനാധിപത്യ നിഷേധത്തിൻ്റെ ഒരു കാലമാണ്. പോലീസ് അഴിഞ്ഞാടുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ എവിടെ കണ്ടാലും അവരെ കമ്മ്യൂണിസ്റ്റാണെന്ന് നമുക്ക് വിരോധമുള്ള ഒരാളിനെ പറഞ്ഞാൽ അപ്പോൾ അവനെ പിടിച്ചു കൊണ്ടുവന്ന് ഇടിക്കുന്ന ഒരു കാലം. അപ്പോഴത്തേക്ക് സഹി കെട്ടിട്ടാണ് അവർ എല്ലാ ഒളിവിലുമാണ്. കുറച്ച് ഇവരൊന്നും ഒളിവിലല്ല, ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവരെല്ലാം ഈ രഹസ്യമായിട്ടാണ് പ്രവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ അമ്മ പാട്ടക്കോട്ടിൽ ജാനകിയമ്മ 2000 രൂപ എടുത്തു. അന്നത്തെ 2000 രൂപ എന്ന് വെച്ചാൽ ഇന്ന് എത്ര രൂപയുടെ വിലയുണ്ടെന്ന് ആലോചിച്ചോ. അതും ഇദ്ദേഹത്തോട് കടം വാങ്ങിച്ചാണ്, ഭർത്താവിനോട് കടം വാങ്ങിച്ച 2000 രൂപയാണ്. എന്നുവെച്ചാൽ ഒരിക്കലും പുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് ഈ പണം കൊടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ പൈസ കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ AK ഭാസ്കർ മരിച്ചുപോയ BRPയുടെ അച്ഛൻ, അദ്ദേഹത്തിന് SN കോളേജിൻ്റെ അവിടെ ഒരു പ്രസ് ഉണ്ടായിരുന്നു. ആ പ്രസ്സിൽ ഇതടിക്കുന്നത് 49 നവംബറിൽ ആ പത്രം ആദ്യമായി ടാബ്ലോയിഡ് സൈസിൽ ഇറങ്ങുന്നത്. ഇതാണ് ആ ചരിത്രം. അങ്ങനെയാണ് പിന്നീടാണ് വൈക്കം ഉണ്ടായിരുന്നു. വൈക്കം ആദ്യത്തെ അതിലുണ്ടായിരുന്നു. N ഗോപിനാഥൻ നായർ, R ഗോപിനാഥൻ നായർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, കോൺസ്റ്റന്റൈൻ, പിന്നെ KN പങ്കേശൻ നായർ, AK കുട്ടി, ഇവരെല്ലാം ആദ്യത്തെ ആളുകളാണ്. അത് കഴിഞ്ഞാണ് പിന്നെയും പത്രം മുടങ്ങുന്നു, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഏജന്റുമാരൊന്നും കൃത്യമായിട്ട് കാശ് കൊടുക്കുന്നില്ല. ഏജന്റുമാരെല്ലാം ഒളിവ് കഴിയുന്ന പാർട്ടിക്കാരാണ്. അപ്പോൾ അവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല, വാർത്തകൾ കിട്ടുന്നില്ല. എഡിറ്റോറിയൽ അന്ന് എഴുതിയത് പലപ്പോഴും PT പുന്നൂസാണ്, അന്ന് തിരുവിതാംകൂർ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ഇദ്ദേഹം N ഗോവിന്ദൻ നായർ ഇതിനിടയ്ക്ക് അറസ്റ്റിലായി, പത്രാധിപർ അറസ്റ്റിലായി. അപ്പോൾ പത്രാധിപർ അറസ്റ്റിലായപ്പോൾ പത്രം മുടങ്ങി, വീണ്ടും പത്രം ഇങ്ങനെ കുഴഞ്ഞപ്പോൾ പത്രം തന്നെ നിർത്താൻ തീരുമാനിച്ചു. ഇനി ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവർ പാർട്ടിയുടെ ഒരു അനുവാദം ചോദിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോകുന്നു. അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് അച്യുതമേനോനാണ് സെക്രട്ടറി. 53 അച്യുതമേനോൻ സെക്രട്ടറി. എമ്മിനും അച്യുതമേനോനും S കുമാരൻ അസിസ്റ്റന്റ് സെക്രട്ടറി, S കുമാരനും കൂടിയിരിക്കുന്ന മീറ്റിങ്ങിൽ വെച്ച് പറയുന്നു പത്രം തുടങ്ങാൻ പറ്റില്ല, നടത്താൻ പറ്റില്ല, പൈസയില്ല. അപ്പോൾ ഇതിനിടയിൽ 53-54 കാലം എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ്, തിരുവിതാംകൂർ കൊച്ചി തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഒരു വിജയ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടയാളാണ് MM. അപ്പോൾ MM പറയുന്നു, പത്രം നിങ്ങൾ വാരികയിലേ നിങ്ങൾക്ക് നടത്താൻ ബുദ്ധിമുട്ടുള്ളൂ, പത്രം നടത്തി നടത്തണം. അപ്പോൾ ഇവരൊക്കെ ചിരിച്ചു. വാരിക പോലും നടത്താൻ കഴിയാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ്, അല്ല നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് പത്രം എന്ന് കാമ്പശ്ശേരിയും N ഗോപിനാഥൻ നായർ, കാമ്പശ്ശേരിയും അല്ല വൈക്കം ചന്ദ്രശേഖരൻ നായരും N ഗോപിനാഥൻ നായരും R ഗോപിനാഥൻ നായരും എല്ലാം കൂടെ ചോദിച്ചു. അപ്പോൾ അവർക്ക് സംശയം. അപ്പം MN പറഞ്ഞു, അത് ഞാൻ കുറച്ച് പൈസ തരാം, 5000 രൂപ പറഞ്ഞാൽ തരാം, പത്രം തുടങ്ങിക്കോളാം. ആയിക്കോട്ടെ. അപ്പോഴത്തന്നെ ഇവർ നേരെ കേരളമതി ചെന്ന് പരസ്യം എഴുതി കൊടുത്തു. ജനീകം വാരിക പത്രമാകുന്നു. 53 കേരളമതിയിൽ വന്ന വാർത്തയാണ്. അങ്ങനെ ഇത് പത്രമാവുകയാണ്. അത് പിന്നെ അതിൻ്റെ ഒരു വലിയ ചരിത്രം. അപ്പോൾ അതിൻ്റെ പത്രം തുടങ്ങി 56 ആയപ്പോഴാണ്
അപ്പോൾ ഈ 53 ഈ പത്രം തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് ജനയുഗത്തിനാണ്. ജനയുഗം നന്നായി ഇരച്ചു കയറിയാണ്. അത് കഴിഞ്ഞ് ആ ഇലക്ഷനിൽ പട്ടം കാലുമാറിയതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൻ്റെ അതിലേക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ 57 ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടും എന്ന് ഉറച്ചു വിശ്വസിച്ച ആളാണ് എം എൻ. അദ്ദേഹം അതിനനുസരിച്ച് ജനീകം പ്രചാരത്തിലും അതിൻ്റെ വിഭവത്തിലും എല്ലാം വളരെ ഉയർന്ന നിലയിലേക്ക് വന്നതിൻ്റെ ഫലമായി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടുന്നതിന് തീർച്ചയായും ഒരു ഘടകം ജനീകം തന്നെയായിരുന്നു. 56 നമ്മുടെ ജനീകം വാരിക തുടങ്ങുന്നത്. ജനീകം വാരികയുടെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത് വൈക്കം ചന്ദ്രശേഖരൻ നായർ. അതിനുശേഷം 62 നമ്മുടെ എൻ ഗോവിന്ദനാഥൻ നായർ ഡൽഹിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് പേട്രിയോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല പിന്നീട് വന്നു. പിന്നെ അദ്ദേഹം വലിയ ഉന്നതനായ പത്രപ്രവർത്തകനായിട്ട് അദ്ദേഹം മാറുകയാണ്. ആർ ഗോവിന്ദനാഥൻ നായർ വേറെ സ്വന്തമായ ബിസിനസ്സൊക്കെ ആയിട്ട് പോയി. കോൺസ്റ്റൻറ്റൈൻ രാജിവെച്ചിട്ട് അദ്ദേഹം ആൾ ഇന്ത്യ റേഡിയോയിൽ സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെയൊക്കെ അഭിമാനായിട്ട് പോയി. അവരെല്ലാം പോയി. ഇതിനിടയിൽ 57 ഇത് കഴിഞ്ഞു. ഏതാണ്ട് 62 അപ്പോൾ 62 ആയപ്പോഴേക്ക് ജനയുഗത്തിലേക്ക് യേശുദാസൻ വരുന്നു. വിമോചന സമരം വന്നതോടുകൂടിയാണ് യേശുദാസൻ വരുന്നത്. വിമോചന സമരത്തിൽ നമുക്കൊരു കാർട്ടൂൺ അന്ന് കാർട്ടൂൺ ഒരു പ്രധാന ഘടകമായിരുന്നു. അങ്ങനെയാണ് ഈ മന്നം അന്നൊരു പ്രശസ്തമായൊരു വാചകം പറഞ്ഞായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ഈ പരാജയപ്പെടുത്തി ഈ ആകാശം, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഈ ആകാശം സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു മരക്കുതിരയുടെ പുറത്ത് ഇങ്ങനെ മന്നം ഇരിക്കുന്ന പടമാണ് യേശുദാസിൻ്റെ പടം. യേശുദാസിൻ്റെ ചരിത്രപ്രസിദ്ധമായ കാർട്ടൂണാണ്. അക്കാഡമിയിലൊക്കെ അതിൻ്റെ വെച്ചിട്ടുണ്ട്. ആ കാർട്ടൂൺ അതുപോലെ വന്നപ്പോഴത്തേക്ക് അത്തരം കാർട്ടൂണുകൾ ആ വിമോചന സമരത്തിൽ ജനയുഗത്തിൻ്റെ വളർച്ചയിലും ജനയുഗത്തിൻ്റെ ഈ ഇതിനുള്ള വിമോചന സമരത്തെ എതിർക്കുന്നതിനുമുള്ള വലിയ പങ്ക് വഹിച്ച കൂട്ടത്തിലാണ്. അതും ഒരു പങ്കാണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം പോക്കറ്റ് കാർട്ടൂൺ തുടങ്ങുന്നത്. ജനയുഗത്തിൽ ഒരു പോക്കറ്റ് കാർട്ടൂൺ ആദ്യമായി മലയാള പത്രത്തിൽ തുടങ്ങുന്നത് അവിടെയാണ്. അതേപ്പറ്റിയൊക്കെ പല വിവാദങ്ങളുണ്ടെങ്കിലും നമ്മളിന്നും വിശ്വസിക്കുന്നത് യേശുദാസൻ തന്നെയാണ് ആദ്യമായിട്ട് പോക്കറ്റ് കാർട്ടൂൺ വരുന്നത്. അപ്പോൾ അങ്ങനെ യേശുദാസൻ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ വാരിക 62 ആയപ്പോഴത്തേക്ക് കാമ്പിശ്ശേരി കരുണാകരൻ വാരികയുടെ ചുമതലയെടുത്തു. അതിനുശേഷമാണ് അദ്ദേഹം വാരികയുടെ രൂപം അങ്ങ് മാറുന്നു. വളരെ വേഗം വാരിക സർക്കുലേഷൻ വളരെ ഉയർന്നു. എല്ലാ രംഗത്തും അതിൻ്റെ ഉള്ളടക്കത്തിൽ പുതിയ എഴുത്തുകാർ, ആയിരക്കണക്കിന് പുതിയ എഴുത്തുകാരെ കൊണ്ടുവരുന്നു. അത് വലിയൊരു ജൈത്രയാത്രയായിരുന്നു. ജനയുഗത്തിൻ്റെ സാമ്പത്തികമായ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും സ്വാധീനത്തിൻ്റെ മേഖലകളിലും ജനയുഗത്തെ വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആ വാരികയ്ക്ക് വളരെ സഹായിച്ചത്. ഇതിനിടയിലാണ് ജനയുഗത്തിന് ആദ്യം ഒരു റോട്ടറി വരുന്നത്. റോട്ടറി വന്നു, പിന്നീടാണ് വെബ് ഓഫ്സെറ്റ് വരുന്നത്. അപ്പോൾ റോട്ടറി വന്നു, അതും വലിയ ഉത്സവമായിരുന്നു. മോസ്കോ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ആ റോട്ടറി കൊണ്ടുവരുന്നത്. അതൊരു എല്ലാം ജനകീയമായ ഒരു പ്രവർത്തനമാണ്. അത് കൊച്ചിയിലെ സീപോർട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് അത് റിലീസ് ചെയ്ത് അവിടുന്ന് ഇവിടം വരെ ഒരു ജാഥയായി ഒരു പത്രത്തിൻ്റെ പ്രസ് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് അത് പുതുമയല്ലേ. അത് ഇവിടെ കൊണ്ടുവന്ന് കൊല്ലത്ത് കൊണ്ടുവന്ന് റഷ്യൻ സായിപ്പന്മാർ വന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ആ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരെ ഇവിടെ ആളുകൾ ഇത് കൗതുകത്തോടെ കാണുന്നത്, കൊല്ലം നഗരം അതിൻ്റെ താല്പര്യം, ഇതിൻ്റെ രജത ജൂബിലി അതുപോലെ തന്നെ വലിയ മഹാസംഭവമാകുന്നു. ആ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞാണ് ഞങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ജനീകത്തിന് കാമ്പിശ്ശേരിയുടെ 77 ആയപ്പോൾ കാമ്പിശ്ശേരിയുടെ മരണം ഉണ്ടാകുന്നു. അപ്പോൾ ജനീകം വാരികയിൽ ഒരു വിവാദമുണ്ടായി എന്ന് പറഞ്ഞാൽ ജനീകം വാരിക ഓവർ ആയിട്ട് ഈ സെക്സ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു വിമർശനം അന്നത്തെ പാർട്ടിയുടെ ഈ യാഥാസ്ഥിക പാർട്ടിയിൽ യാഥാസ്ഥികം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പാർട്ടിയിൽ അങ്ങനെ ഏതോ യാഥാസ്ഥിക ചിന്താഗതിക്കാരായ പാർട്ടി സഖാക്കൾ ശക്തമായി ആവശ്യപ്പെട്ടു. പാർട്ടിയിൽ
യാഥാസ്ഥികത എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എൻ്റെ വിവരക്കേടായിട്ടേ ആളുകൾ പറയത്തുള്ളൂ. അങ്ങനെയില്ല. എന്നാലും ഈ പുതിയ ചെറുപ്പക്കാരുടെ വാസന അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ആവശ്യമുള്ളത് എന്താണ് എന്നുള്ളതിനോട് അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ അതിനെ വിമർശിക്കാൻ തുടങ്ങി. ശക്തമായ വിമർശനം കാമ്പശ്ശേരിയുടെ കാലത്തുണ്ടായിരുന്നു. കാമ്പശ്ശേരി അതിനെല്ലാം അതിജീവിച്ചു. കാരണം ഇതൊക്കെ സമൂഹത്തിൽ ആവശ്യമുണ്ട്. അത്യാവശ്യം സെക്സ് എഡ്യൂക്കേഷനും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തതിൻ്റെ കുറവാണ് ഇന്ന് നടക്കുന്ന പല അരാജകത്വത്തിൻ്റെയും പിന്നിലുള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ കാമ്പശ്ശേരി അത് മാത്രമല്ല ചെയ്തത്. ഞാൻ 76 കാലത്ത് ഞങ്ങൾ വരുമ്പം AT കോവൂരൂടെ വരുവാൻ അന്ധവിശ്വാസത്തിനെതിരെ കാമ്പശ്ശേരി അഴിച്ചു വിട്ട ഒരു വലിയ പ്രചാരവേലയുണ്ട്. അത് AT കോവൂരും അതുപോലെ തന്നെ നമ്മുടെ ഇടമറുകും ആ ഒരു ടീം, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ എഴുത്ത്, സായിബാബയ്ക്കും അതുപോലുള്ള ആളുകൾക്കെതിരായിട്ടുള്ള മനുഷ്യദീപങ്ങൾക്കെതിരായിട്ടുള്ളത്, അങ്ങനെ തുടങ്ങി ഇത് ചെറുപ്പക്കാരിലൊരു പുതിയ ഒരു ഉത്ബോധനമാണ് ഉണ്ടായത്. അവർക്കൊരു ഉണർവാണ് ഉണ്ടായത്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത് ജനീയമാണ് ആ കാലഘട്ടത്തിൽ. അതിലൂടെയാണ് ഒരു രസകരമായ കാര്യം, AT കോവൂര് സായിബാബയെ വെല്ലുവിളിച്ച കഥ ആ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. സായിബാബയോട് പറഞ്ഞു, നിങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഭസ്മം എടുത്തു തരുന്നു, നിങ്ങൾ കാണിക്കുന്ന അത് ഞാനും കാണിക്കാം, നമുക്ക് വേണമെങ്കിൽ മത്സരിക്കാം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ കാണിക്കുന്നതിനകത്ത് മാജിക്, ഇത് വെറും മാജിക്കാണ്, കൈമടക്കുക മാത്രമാണ്, ഇതിനകത്തൊന്നുമില്ല. നിങ്ങൾ അതുകൊണ്ടാണ് ഭക്തി പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതെങ്കിൽ അത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. അത് ഞങ്ങൾ വേണമെങ്കിൽ കൃത്യമായിട്ട് കാണിക്കാം. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ 1,00,000 രൂപ അതാ ബെറ്റ് വെക്കാൻ തയ്യാറാണ്. M.N. ഗോവിന്ദൻ നായരാണ് മധ്യസ്ഥൻ. കൊല്ലം ഗസ്റ്റ് ഹൗസ് വെച്ചാണ് സംഭവം. 1,00,000 രൂപ അയാളുടെ ചെക്ക് എഴുതി അപ്പോഴേ കൈ കൊടുത്തു. എൻ്റെ കൈ സായിബാബയെ മത്സരിക്കാൻ തയ്യാറുണ്ട്. വെല്ലുവിളി, ജനീയത്തിലൂടെ വെല്ലുവിളിയാണ്. വെല്ലുവിളി സായിബാബയോട് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ ഇതേ രീതിയിലുള്ള ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ജിജ്ഞാസ, താല്പര്യം, എന്താണ് ഈ മനുഷ്യദൈവങ്ങൾ, ആൾദൈവങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ, അങ്ങനെ ഒരു പുതിയ സവിശേഷമായ ഒരു സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ ജനീകത്തിന് അന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ജനീകത്തിന് പിൻകാലത്ത് ആ വിധത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പുതിയ ഭക്തികൾ ജനീകത്തിനകത്ത് വാരികയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, വാരികയുടെ ഒരു വളർച്ച ഈ ബംഗാളി നോവല്, വിമൽ മിത്രയുടെ നോവൽ, അത് ആ നോവല് വിലയ്ക്ക് വാങ്ങാമെന്ന് പറയുന്ന നോവല് പരിഭാഷപ്പെടുത്തി വന്നു. അതിൻ്റെ പരിഭാഷ വന്നതോടുകൂടി അതിൻ്റെ ഇലസ്ട്രേഷൻ ഗോപാലിനും കൂടിയായിരുന്നു. അപ്പോൾ അതിൽ കഥാപാത്രങ്ങൾ നമ്മുടെ ലക്ഷ്മിയിടത്തിയായാലും ദീപാങ്കുരനായാലും ഇവരെല്ലാം ആ കഥാപാത്രങ്ങൾ സതിയിടത്തിയായാലും ചെറുപ്പക്കാർക്ക് അതൊരു വലിയ ആവേശമാണ്. ആ ബംഗാളി നോവലുകളോട്, അത് കഴിഞ്ഞുള്ള പ്രഭുക്കളും ഭൃത്യന്മാർ, ബംഗാളി നോവല് മലയാള പത്രത്തിൽ വാരികയിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമാക്കാനും അതിന് ഒരർത്ഥത്തിൽ അതൊരു ജൈത്രയാത്ര തന്നെ നടത്താനും കഴിഞ്ഞത് നമ്മുടെ ജനയുഗത്തിലൂടെയാണ്. അത് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറുടെ പങ്ക്തി, നിരവധി ഡോക്ടറുടെ പങ്ക്തി എന്നൊക്കെ പറയുന്നത് ആളുകളുടെ ഇടയിൽ, അതുപോലെ വനിതകളുടെ പങ്ക്തി, വനിതകളുടെ ചോദ്യങ്ങൾ, വനിതകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ അതിനൊക്കെ ഒരു പുതുമയില്ല. അന്ന് അതൊക്കെ ഒരു പുതുമയാണ്. വനിതകളുടെ പ്രശ്നങ്ങൾ, വീട്ടകത്ത് കഴിയുന്ന വനിതകൾ അവരുടെ പ്രശ്നങ്ങളുമായി രംഗത്ത് വരികയാണ്. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് പറയുന്നതിനൊരു സങ്കോചവുമില്ലാതെ പറയാൻ തുടങ്ങുന്നു, അതിന് മറുപടി പറയാൻ പറയുന്നു. ഇവിടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അന്ന് കുഞ്ഞുകുഞ്ഞെന്ന് പറഞ്ഞ ചെല്ലപ്പൻ എന്ന് പറഞ്ഞ 2 അറ്റൻഡർമാരാണുള്ളത്. ഇവർ രണ്ടുപേരും ഓരോ ടേണാണ്. ഇന്ന് ആളാണെങ്കിൽ മറ്റേ ആൾ. ഇവർ 2 ചാക്കൊക്കെയാണ് ഒരുമിച്ചെടുത്തുകൊണ്ടാണ് ഈ കത്തുകൾ വരുന്നത്. ഈ കത്തുകൾ വത്സല ചേച്ചി എന്ന് പറയുന്നത് വാസ്തവത്തിൽ വത്സല ചേച്ചി ഇല്ല, അത് കാമ്പശ്ശേരി തന്നെയാണ് വത്സല ചേച്ചി.
ഈ വത്സല ചേച്ചിയെ കാണാനായി പലയിടത്തു നിന്നും ഇവിടെ ആൾ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ചേച്ചി ഒന്ന് കാണിച്ചിട്ട് കൺസൾട്ട് ചെയ്യാൻ. അന്ന് ഈ കൺസൾട്ടേഷനും ഇതൊക്കെ ഈ എന്താ പറയുക സൈക്കോളജിയിലെ കൗൺസിലിംഗ് ഇങ്ങനെയുള്ളതൊന്നും വലുതായിട്ടില്ലല്ലോ, അതൊന്നും ശക്തി പ്രാപിച്ചിട്ടുള്ള മേഖലയല്ലല്ലോ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളൊന്ന് സംസാരിക്കാൻ, നിങ്ങൾ ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ തീർത്തതിൻ്റെ അഭിനന്ദനം അറിയിക്കാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ വരും. അവസാനം ഇവിടെ പ്രൂഫ് റീഡറായിരുന്ന ഒരു സുഭദ്രയുണ്ട്. അപ്പോൾ സുഭദ്രയാണ് കാമ്പിശ്ശേരി ഒരു ദിവസം കാണിച്ചത്, ഇതാണ് വത്സല ചേച്ചി. അവസാനം ഒരു പടം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഇതെന്ന് പറയുന്ന ഈ ഫീഡ്ബാക്ക്, പത്രത്തിൽ ആളുകളുടെ ഇടയിലുള്ള റിയാക്ഷൻ, ഇതൊക്കെ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് മാറിയ ഒരു കാലമാണ്. ആ കാലം കാണാൻ കുറച്ചൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 79 ആയപ്പോഴത്തേക്ക് കാമ്പിശ്ശേരി, 77 ആയപ്പോൾ കാമ്പിശ്ശേരി മരിച്ചു. പിന്നീട് അത് നേരത്തെ ഞാൻ പറഞ്ഞ പാർട്ടിയിലെ ആ ചർച്ച കാമ്പിശ്ശേരിയെ പോലെയല്ല, തെങ്ങമത്തിൻ്റെ ഓരോ പത്രാധിപർ ഏത് പാർട്ടി ആവശ്യപ്പെട്ടത് അത് കാമ്പിശ്ശേരിയുടെ കാലത്ത് അത് ഞാൻ പച്ചയായി പറഞ്ഞ ചെലവായില്ല. കാമ്പിശ്ശേരി പറഞ്ഞു, ജനകീയം ഇങ്ങനെയാണ് നടത്തുന്നത്, ജനകീയം നടത്തുന്ന ജോലി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്നെ മാറ്റിക്കും, ഞാനാണിത് ചെയ്യുന്നതെങ്കിൽ ഞാനിത് നടത്തിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ജനകീയമായി ഞാൻ മാറിക്കണം, നിങ്ങൾ ഇതിൽ ഒന്നാന്തരം പാർട്ടിയുടെ കൃത്യമായ ഭരണഘടനയനുസരിച്ച് പിന്നെ ഈ സ്റ്റീരിയോ സാധനം തയ്യാറാക്കി നവീകം പോലെ താത്വികമായ ഒരു മാഗസിനാക്കി നിങ്ങൾ ഇറക്കിക്കോ, പക്ഷെ ഞാനാണിത് ഇറക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പോകും. പക്ഷെ അവർക്ക് അതിനൊക്കെ അപ്പുറത്തേക്കൊന്നും അവർക്ക് പോകാൻ പറ്റില്ല. കാമ്പിശ്ശേരിയെ പോലെ ഒരാളിൻ്റെ അടുത്ത് അതിൽ കവിഞ്ഞ് വാദിച്ച് ജയിക്കാനും പറ്റില്ല. കാമ്പിശ്ശേരിയുടെ കാലത്ത് കാമ്പിശ്ശേരി ആഗ്രഹിച്ചതുപോലെ തന്നെ വാരിക നടത്തിക്കൊണ്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിൽ ആർക്കും ഒന്നും ഇടപെടാൻ കഴിഞ്ഞില്ല. കാമ്പിശ്ശേരി ഇടപെടാൻ അനുവദിച്ചിട്ടുമില്ല. കാമ്പിശ്ശേരി ഒരു നോവലും ആരുടെയെങ്കിലും ശുപാർശ അനുസരിച്ചല്ല ചെയ്തിട്ടുള്ളത്, എല്ലാം അതിൻ്റേതായ മെരിറ്റ് അനുസരിച്ച് എല്ലാത്തിനും ഓരോരുത്തർ അത് അദ്ദേഹത്തിന് അത് സ്വീകാര്യമെന്ന് തോന്നുന്നത് മാത്രമേ അദ്ദേഹം ചെയ്തു. അങ്ങനെ ഒരു പ്രഗത്ഭനായ പത്രാധിപരെ നമുക്കറിയാം. പാർട്ടി 64 വരെ ഒന്നായിരുന്നു പാർട്ടി, 64 ശേഷം പാർട്ടി പിളർന്നു. 64 മുമ്പ് തന്നെ ജനകീയം വാരിക നന്നായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. EMS ആയാലും അന്നത്തെ പാർട്ടി നേതാക്കന്മാരായാലും അവരൊക്കെ ജനകീയത്തിൻ്റെ കാര്യത്തിൽ പൊതുവിൽ നയപരമായ ഒരു ഇടപെടൽ മാത്രമേ നടത്തുകയുള്ളൂ. അത് അന്നും ഇന്നും അങ്ങനെയാണ്. പൊതുവായി ഒരു ഡയറക്ഷൻ, ഒരു ദിശാബോധം, ഇന്നതാണ് ജനകീയത്തിന് വേണ്ടത്. അതിൽ നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു വർഗീയതയെ താലോലിക്കാൻ പറ്റില്ല. നമ്മുടെ പാർട്ടിക്ക് വർഗീയതയ്ക്ക് സഹായിക്കുന്ന ഒരു വാർത്ത കൊടുക്കാൻ പാടില്ല, വർഗീയതയെ സഹായിക്കുന്ന ഒരു പടം കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അഴിമതിക്ക് അനുകൂലമായി ഒരു വാർത്ത കൊടുക്കാം, അങ്ങനെ പറ്റില്ല. അഴിമതിയെ സഹായിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ പത്രാധിപന്മാർ ജയിലിൽ പോയ പത്രാധിപന്മാരും ജനകീയത്തിനാണ്. കാരണം പട്ടംതാണുള്ളിക്കെതിരെ പാസ്ചറൈസേഷൻ പ്ലാന്റ് പട്ടത്ത് തുടങ്ങുന്നതിനെ സംബന്ധിച്ച്, അന്ന് പാലിൻ്റെ ഡയറിയുടെ തുടങ്ങുന്നത് സംബന്ധിച്ചിട്ട് ഒരു അഴിമതി കേസ്. ആർ ശങ്കറിനെതിരെ അദ്ദേഹം വണ്ടിയുടെ ചേസിസ് വാങ്ങിച്ചതിന് ഈ പാരിതോഷികം കൈപ്പറ്റി എന്ന് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. ഇതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിൽക്കാലത്തൊന്നും കണ്ടുപിടിക്കാൻ പോയിട്ടില്ല. ഇതിനെതിരെ ഗവൺമെൻറ് കേസെടുത്തു. അപ്പോൾ അതിനിടയിലാണ് കേരളത്തിൻ്റെ ഒരു IG ഹൈദരാബാദിൽ പോയിട്ട് അവരുടെ സൗത്ത് ഇന്ത്യൻ പോലീസ് ഓഫീസേഴ്സിൻ്റെ മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ആ മീറ്റിങ്ങിൽ വെച്ച് ഇയാൾ കുടിച്ചു കൂത്താടി പ്രശ്നങ്ങളുണ്ടാക്കി, ആരെയൊക്കെ ഒരു വനിതയെ കൈകാര്യം ചെയ്തു, അങ്ങനെ പറഞ്ഞിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ്, ഒരു വാർത്ത, ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം അവരെ അഷപ്പ് ചെയ്തു. പക്ഷേ അന്നത്തെ അവിടുത്തെ ഒരു IG, ചുമതലപ്പെട്ട IG, കേരളത്തിൻ്റെ IGക്ക് IGക്കാണ് IGPക്ക് അല്ല, ഹോം സെക്രട്ടറിക്കാണ് തോന്നുന്നു. ഹോം സെക്രട്ടറിക്ക്
ഒരു ലെറ്റർ എഴുതി, ഒരു രഹസ്യ ലെറ്ററാണ് ഇദ്ദേഹം ഇങ്ങനെയൊരു സംഭവം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരതങ്ങ് പൂഴ്ത്തിവെച്ചു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി ടി ചാക്കോയും ആർ ശങ്കറും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ്. അതിൽ ഈ കൃഷ്ണമേനോന് അനുകൂലമാണ്. കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ ഐ ജിയാണ്. എനിക്ക് ആ സംഭവം കൃത്യമായിട്ട് റെഫർ ചെയ്യാതെ പറയാൻ പറ്റും, ഞാനത് അതിനെപ്പറ്റി എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരും അന്ന് അടുത്ത സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്, അതിലൊരാളിനെ ഒതുക്കാനാണ്. അപ്പോൾ ഈ സംഭവം പുറത്തു വന്നാൽ അത് അയാളുടെ ചാൻസ് പോകും എന്നുള്ളത് വന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ ഇത് പി ടി ചാക്കോയുടെയും ആർ ശങ്കറിൻ്റെയും രണ്ടുപേരും രണ്ട് കക്ഷി, ഈ ഓരോ കക്ഷികളുടെ ആളായതുകൊണ്ട് ജനീകത്തിന് ഇത് ചോർത്തി കൊടുത്തത് പി ടി ചാക്കോയാണ് എന്ന് ധരിച്ച് അത് കേസായി, വലിയ കേസായി. ഔദ്യോഗിക രഹസ്യ നിയമമനുസരിച്ച് ആദ്യമായി ഒരു മലയാള പത്രപ്രവർത്തനത്തിലെ, അതായത് ജനീകത്തിന് നവജീവൻ, അന്ന് ടി കെ ജി നായർ നവജീവൻ്റെ എഡിറ്ററാണ്. അതിൻ്റെ മാനേജിങ് എഡിറ്റർ ആണ് കീരൻ. അദ്ദേഹം എം പി ആണ്. ജനീകത്തിൻ്റെ എഡിറ്റർ കാമ്പശ്ശേരിക്കാരനായിരുന്നു. പിന്നെ പ്രിൻ്റർ ആൻഡ് പബ്ലിഷർ തെങ്ങമം ബാലകൃഷ്ണനും, പിന്നീട് അവർ രണ്ടുപേരുമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഇത്രയും പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ ലേഖകന്മാർ CRN പിഷാരുടെയും KVS അളയതും ഇത്രയും പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് ഇവരെ ജയിലിലടച്ചു. ജയിലിലടച്ചപ്പം ഇവരെ രണ്ടിനെയും മാത്രം റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു. കാമ്പശ്ശേരിയൊക്കെ ഒപ്പിൽ CRN പിഷാരുടെയും ഇളയതിനെയും പോലീസ്, ഫോർട്ട് പോലീസാണെന്ന് തോന്നുന്നു, കൈകാര്യം ചെയ്ത് അവർ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രിയിൽ അടിക്കുന്നൊന്നുമില്ല, രാത്രി മുഴുവൻ ഉറങ്ങാതെ ചോദ്യം ചെയ്യും. ഇങ്ങനെ ചോദ്യം ചെയ്ത് ടോർച്ചർ, വലിയ ഒരു മാനസികമായ ടോർച്ചറാണ് നടക്കുന്നത്. ആ ടോർച്ചറിൽ പോലീസ് കസ്റ്റഡിയിൽ 48 മണിക്കൂർ എന്ന് പറഞ്ഞ് പിന്നീട് CRN പിഷാരുടെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ചെറിയ പുസ്തകം, വളരെ അത് ജനീയത്തിൽ വന്നതൊക്കെയാണ്. അപ്പോൾ ആ ടോർച്ചർ സഹിക്കവയ്യാതെ ഇവരെ അവസാനം അങ്ങേരും ബോധരഹിതനായി വീണു. ആഹാരം കൊടുക്കില്ല. അവർക്ക് അറിയേണ്ടത് ഇത് നൽകിയത് ആരാണ്, ഇത് പി ടി ചാക്കോയാണ് വന്നെന്ന് അറിയണം. എന്നുവെച്ചാൽ അന്നത്തെ അത് രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവരെ കരികളാക്കരുത്. അവസാനം പിന്നെ ഹൈക്കോടതിയാണ്, VR കൃഷ്ണയ്യരാണ് പത്രങ്ങൾക്ക് വേണ്ടി ഹാജരായി നിരവധികം അവരെ മോചിപ്പിക്കുന്നത്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഫോട്ടോസ്റ്റാറ്റ് കേസിലാണ്. അത് ഈ ജനവിരുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ദോഷകരമായ ഉദ്യോഗസ്ഥന്മാരെ അവരെ സംരക്ഷിക്കുന്നതിനൊക്കെ എതിരായിട്ടുള്ളത്, അതുപോലെ തന്നെ അഴിമതിക്കെതിരായിട്ടുള്ള എല്ലാ കേസുകളിലും ഈ മുഖ്യമന്ത്രിമാർ പിന്നീട് ആ കേസ് ഉറച്ചു നിന്നില്ല. അതുകൊണ്ട് ശിക്ഷയും ഉണ്ടായില്ല. അങ്ങനെ അഴിമതിക്കെതിരെയുള്ള സമരമായാലും അതുപോലെ ഔദ്യോഗികമായിട്ടുള്ള വൃത്തിവിലോപത്തിനെതിരായിട്ടുള്ള സമരമായി, ഇതെല്ലാം ജനജീവിതത്തിൽ ശക്തമായി നടന്നിട്ടുണ്ട്. EMSൻ്റെ നമ്മുടെ 53 ഓണം വിശേഷ പ്രതിയിൽ ആദ്യത്തെ ലേഖനം EMSൻ്റെയാണ്. വളരെ താഴെ എൻ്റെ അടുത്തിരിപ്പുണ്ട്. വളരെ അദ്ദേഹം അന്ന് എഴുതിയത് KPSCയുടെ നാടകത്തെക്കുറിച്ചാണ്. KPSC നാടകത്തിൽ തോപ്പിൽ പാസി എന്താണ് പാട്ടബാക്കിയുമായി ബന്ധപ്പെടുത്തി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ സ്റ്റഡിയിലായിട്ടുള്ള ഒരു നാടകമാണ്. അതിനകത്തെ ഈ നായകൻ കർഷക തൊഴിലാളി സ്ത്രീയുടെ സ്നേഹം കണ്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള രസകരമായ ഒരു അദ്ദേഹത്തിൻ്റെ ആ ലേഖനം 53 ജനീകത്തിൻ്റെ നമുക്കറിയാം. 53 ജനീകം ആദ്യം കുറച്ച് പൈസ MN കൊടുത്തെങ്കിലും അത് അപര്യാപ്തമായിരുന്നു. കുറച്ച് പൈസ തരാം, ഇലക്ഷൻ കാലം തരാം. അപ്പം 48 കൽക്കട്ട തീസിസ് കഴിഞ്ഞ് പിന്നീട് 53
മധുര കോൺഗ്രസ് നടക്കും. മധുര കോൺഗ്രസ്സിൽ അന്ന് എം.എൻ. പങ്കെടുക്കും. എം.എൻ. തന്നെ എഴുതിയ എം.എൻ്റെ ഒരു ലേഖനത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വാചകമാണ്, എനിക്ക് ആ സമ്മേളനത്തിൽ എന്തു നടക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. എപ്പോഴും ചിരിക്കുന്ന ഞാൻ എന്താ ചിരിക്കാത്തതെന്ന് പലരും ചോദിച്ചു. എടത്തട്ട നാരായണൻ, പേട്രിയോട്ടിൻ്റെ എഡിറ്റർ, എന്നോട് ചോദിച്ചു എന്ത് പറ്റി എം.എൻ. എന്ന് ചോദിച്ചു. അപ്പോൾ എം.എൻ. പറഞ്ഞു, എനിക്ക് അന്നത്തെ ആ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്തെന്ന് വെച്ചാൽ കൽക്കട്ട തീസിസ് കഴിഞ്ഞ് ജനാധിപത്യ മാർഗത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നടക്കുന്നതിന് വേണ്ടി സമാധാനത്തിൻ്റേതായ പാത സ്വീകരിക്കുന്ന പാർട്ടി കോൺഗ്രസ്സാണ്. അജയ് ഘോഷാണെന്ന് തോന്നുന്നു സെക്രട്ടറി ആകാൻ പോവുകയാണ്. ആ വലിയ മഹത്തായ ഒരു സമ്മേളനമാണ്. എം.എന്നൊക്കെ അതിൻ്റെ പ്രയോക്താക്കളാണ്. ആ സമ്മേളനത്തിലാണ് എം.എൻ. പറയുന്നത്, എനിക്ക് അതിനേക്കാളൊക്കെ വലുത് എങ്ങനെങ്കിലും ഒരു 10,000 രൂപ വേണം. എനിക്കൊരു 10,000 രൂപ കിട്ടിയേ പറ്റും. അതെന്തിനാ? അത് 5,000 രൂപ ജനീകത്തിന് കൊടുക്കണം. ജനീകത്തിന് വേണ്ടി ഒരു പ്രസ്, നവലോകം പ്രസ് എന്ന് പറഞ്ഞ് പന്തളംപിയാർ എറണാകുളത്ത് 2 വർഷം ആ പത്രം നടത്തി. പക്ഷെ പത്രം പൂട്ടിപ്പോയി. ആ പത്രത്തിന് പന്തളംപിയാറിന് കാശ് കൊടുത്തത് പന്തളംപിയാറിൻ്റെ അച്ഛനാണ്, മറ്റൊരച്ഛൻ. അതിന് 10,000 രൂപ അദ്ദേഹം സംഭാവന ചെയ്തു, അച്ഛൻ. ആ മനുഷ്യൻ, അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ ഒരു വലിയ കർഷക, പന്തളത്തിനടുത്തുള്ള തട്ടയിലുള്ള വലിയ കർഷകനാണ്. NSSൻ്റെ ആദ്യത്തെ കരയോഗത്തിൻ്റെ യോഗം കൂടിയത് ആ തട്ടയിൽ വെച്ചാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച്. ആ വീട്ടിലെ മനുഷ്യൻ, ആനയൊക്കെയുള്ള വലിയ പന്തളംപിയാർ മാധവൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ 100-150 പറ നിലം വിറ്റിട്ടാണ് അതിനുള്ള പൈസ കൊടുക്കുന്നത്. ആ പൈസ കൊടുത്താണ് എറണാകുളത്ത് പുള്ളി LLB ഒക്കെ കഴിഞ്ഞ് പുള്ളി അവിടെ പത്രപ്രവർത്തനം തുടങ്ങി, നവലോകം. 2-3 വർഷം അത് മുകളിലുണ്ട്. അതിൻ്റെ മുഴുവൻ കോപ്പിയും നമ്മുടെ ആർക്കൈവ്സിലിരിപ്പുണ്ട്. ആ പത്രം പൂട്ടിപ്പോയി. അതിൻ്റെ പ്രസ് എടുക്കണമെങ്കിൽ 10,000 രൂപ, 5,000 രൂപ ആ കടം വീട്ടാൻ. ജനീകം തുടങ്ങണമെങ്കിൽ ഒരു 5,000 രൂപയുടെ കൊടുക്കണം. അങ്ങനെ ഒരു 10,000 രൂപ എനിക്ക് അടിയന്തരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇടത്തട്ട നാരായണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പൈസ അരുണ അസഫാലിയുടെ കയ്യിലുണ്ട്. 42-ലെ വലിയ നേതാവ്, അന്ന് പാർട്ടിയിൽ മെമ്പറുമാണ്. അരുണ അസഫാലിയുടെ കയ്യിൽ. പക്ഷേ EMS പറയണം. അതിനെന്താ ആദ്യം ഞാൻ പറയുക. അപ്പോൾ M.N. ചെന്ന് EMSനോട് പറഞ്ഞു. EMS അപ്പം തന്നെ അരുണ അസഫലിയോട് പറഞ്ഞു. അരുണ അസഫലി കാശ് തിരിച്ചു തരുമോ എന്നൊന്നും ചോദിച്ചു. അത് സത്യം അല്ല, കാശ് തിരിച്ചു കൊടുക്കുമോ എന്ന് EMS ചോദിച്ചു M.N.നോട്. തീർച്ചയായിട്ടും കൊടുക്കും എന്നും പറയും. 10,000 രൂപ പാലാ സെൻട്രൽ ബാങ്ക് വഴി അപ്പോഴേ കൊടുക്കും. അങ്ങനെയാണ് ജനീകം 53-ൽ പത്രം അതിൻ്റേതായ ശക്തിയോട് മുന്നോട്ട് പോകാൻ. അപ്പോൾ EMS ജനീകത്തിന് വേണ്ടി ആണ് അന്ന് നടത്തിയിട്ടുള്ള ആ സേവനം നമ്മൾ വിസ്മരിക്കാൻ പറ്റില്ല. അതാണ് അദ്ദേഹം. അതിനുശേഷം അദ്ദേഹമാണ് എല്ലാ പത്രാധിപസമിതി യോഗങ്ങളിലും EMS ആണ് വരുന്നത്. EMS വരും. അത് നമ്മളാരും, ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അവരൊക്കെ പറയുന്ന കഥകളാണ്. വരുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുമായിരുന്നു. അതിനെപ്പറ്റി വിദഗ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു ചൂട് തീർച്ചയായിട്ടും പത്രത്തിൻ്റെ സംഭാവനയും. ജനീകത്തിൻ്റെ റോളെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വിമോചന സമരത്തിൽ വിദ്യാഭ്യാസ ബില്ലും കാർഷിക ബില്ലുമാണല്ലോ ചർച്ചാ വിഷയമായത്. ആ കാലഘട്ടത്തിൽ ആദ്യം മണ്ണൊന്നും സമരത്തിലില്ലായിരുന്നു. നമുക്കറിയാം, ഭൂമിയെ തൊട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പക്ഷേ നിലവിലുള്ള ഭൂബന്ധങ്ങളിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അടിയന്തരമായ കാര്യമാണ്. കുടികിടപ്പ് അല്ലെങ്കിൽ കൈവശ ഭൂമിയിൽ നിന്ന് ഒരാളിനെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് EMS ഗവൺമെൻറ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 57 ഗവൺമെൻറ് ആദ്യമായി ഇറക്കിയ നിയമം. ഇന്ന് എൻ്റെ കൈവശം എത്ര ഭൂമിയുണ്ട് അതിൽ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല, ഒഴിപ്പിക്കൽ പാടില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ നേട്ടമുണ്ടായി, പക്ഷേ ഒരുപാട് പേർക്ക് അതിൻ്റെ നഷ്ടമുണ്ടായി. ധാരാളം ജന്മിമാർ ഒരു സുപ്രഭാതത്തിലൊന്നുമില്ലാത്തവരായി. അതും ഒരു വസ്തുതയാണ്. അപ്പോൾ അതിൽ ജന്മിമാരുടെ ശക്തമായി നമുക്കറിയാം. ഇന്നലെ വരെ കൈവശം വെച്ചിരുന്ന എൻ്റെ സ്വന്തം പേരിലുണ്ടായിരുന്ന ഭൂമി നഷ്ടപ്പെട്ടു പോയാലുണ്ടാകുന്ന പ്രതിഷേധം നമുക്കെല്ലാവർക്കും അറിയാം. അത് സ്വാഭാവികമായി അവരുടെ പ്രതിഷേധം വളർന്നു വന്നു ഒരു വശത്ത്. അപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമുദായ ശക്തികളാണ് കൈകടച്ച് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം, നടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കണം. അതിനൊരു വ്യവസ്ഥ വേണം. നിയമനത്തിലായാലും ഇവിടെ ആയാലും ഒരു വ്യവസ്ഥ വേണം. അവർക്ക് ആരെയും ഏത് അധ്യാപകനെയും പിരിച്ചുവിടാമെന്നുള്ള ഒരവസ്ഥ, ഇഷ്ടമുള്ളവരെ നിയമിക്കാമെന്നുള്ളൊരവസ്ഥ. അങ്ങനെ നമ്മുടെ നാട്ടിലെ സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ അത് മുഴുവൻ സമുദായ പ്രമാണിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണെന്ന് കൂടുതലുണ്ടായിരുന്നു. പിന്നീടാണ് NSS SNDP ഒക്കെ വരുന്നത്. അപ്പോൾ അവരുടെ ഈ കൈകാരികത്വത്തിൽ നിയന്ത്രണം വരുന്നു എന്നുള്ള ഭയം, ഇത് രണ്ടുമാണ് ഇത് യഥാർത്ഥത്തിൽ ബില്ലിലുണ്ടായിരുന്നതിനേക്കാളും കൂടുതലായി പ്രചരിപ്പിച്ചു. ഇപ്പോൾ 6 സെൻറ്റ് ഭൂമി എല്ലാവർക്കും കൂടെ മൊത്തം ഭൂമി എടുത്തിട്ട് 6 സെൻറ്റ് ആക്കി ഓരോരുത്തർക്കും കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തെറ്റായ പ്രചരണത്തിൻ്റെയും കൂടി ഇന്നത്തെ കൂട്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിലും അന്ന് നല്ല പ്രചരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഈ പ്രതിഷേധം, അപ്പോൾ വസ്തുത എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു അതാണ് ജനീകത്തിൻ്റെ ചുമതല. അത് ജനീകം അതിൻ്റെ പല പങ്ക്തികളിലൂടെ, അതുപോലെ വാർത്തകളിലൂടെ, ഇവരുടെ പ്രസംഗങ്ങളിലൂടെ ഇതിനുള്ള ബോധവൽക്കരണത്തിൻ്റെതായ ഒരു വലിയ സംഭാവനയാണ് ജനീകം 57-59 വിമോചന സമരകാലത്ത് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിമോചന സമരത്തിനകത്ത് നടത്തുന്ന അതിലെ ദുഷ്ടശക്തികൾ, ബാഡ് എലമെൻറ്റ്സ് അതിനകത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർ നടത്തിയിട്ടുള്ള പന്നക്കളികൾ അതൊക്കെ എന്താണെന്ന് തുറന്നു കാണിക്കാൻ പരമാവധി ജനീകം ശ്രമിച്ചു. ആ പരിശ്രമമാണ് ആ കാലഘട്ടത്തിൽ. അത് തീർച്ചയായും പാർട്ടിയുടെ ഈ ക്യാമ്പയിനെ, ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിനെ സഹായിച്ചിട്ടുണ്ട്, വളരെ വലുതായി സഹായിച്ചിട്ടുണ്ട്. 64 യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്ത് 63 മുതൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി. മോസ്കോ സമ്മേളനം കഴിഞ്ഞതോടുകൂടി തന്നെ അത് കഴിഞ്ഞ് പാർട്ടി നാഷണൽ കൗൺസിലിൽ നിന്ന് 32 പേര് ഇറങ്ങിപ്പോയി. അവർ പാർട്ടി ഉണ്ടാക്കുന്നു. അതോടുകൂടി ഈ പാർട്ടി ഒന്നായിരിക്കുന്ന ഈ പാർട്ടി പിളരുമെന്ന് വിശ്വസിക്കാൻ സാധാരണ സഹായികൾക്ക് കഴിഞ്ഞില്ല. വളരെ അന്നത്തെ കാലത്തെ ആ ചരിത്രം ഞാൻ പലരോടും സംസാരിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരമാണ്. കൊല്ലം ജില്ലയിലെ സെക്രട്ടറി അന്ന് KS ആനന്ദനായിരുന്നു. KS ആനന്ദൻ്റെ ഒരു ചരിത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചരിത്രത്തിൽ KS ആനന്ദൻ പറഞ്ഞിരുന്നത് ഇത് വിശ്വസിക്കാൻ വയ്യ. ഇതെന്ന് പറയുന്നത് സർവ്വതല സ്പർശിയാണല്ലോ. ഇപ്പം പാർട്ടി മെമ്പർ മാത്രമല്ല, അനുഭാവികൾ, വിശ്വാസികൾ, പാർട്ടിയെ സ്നേഹിക്കുന്നവർ, അവരുടെ കുടുംബാംഗങ്ങൾ, ഇതെല്ലാം രണ്ടാവുകയാണ്. ഒരു പാർട്ടി പിളരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അത് നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ രണ്ടു കൂട്ടരും ഓരോ സ്ഥലത്തും ഓരോ മീറ്റിംഗ് കൂടിയിട്ട് രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ ആളുകൾ നോക്കുന്നതെന്നാണ് EMS AKG എവിടെ നിൽക്കുന്നു, അവരെവിടെ നിൽക്കുന്നു, MN എവിടെ നിൽക്കുന്നു, TV എവിടെ നിൽക്കുന്നു. അപ്പം പലരും നേതാക്കന്മാരെ നോക്കി തന്നെ ഉണ്ടാകും. മലബാർ ഏരിയ വളരെ നേരത്തെ തന്നെ ആരും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും CPMൻ്റെ കൂടെ നിൽക്കേണ്ട ആളുകൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്, അവരെ പാർട്ടിയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി മലബാർ ഏരിയ അവരുടെ കയ്യിലേക്ക് നോക്കി. അപ്പോൾ സ്വാഭാവിക തിരുവിതാംകൂറിൽ MN ഒക്കെ, കാരണം MN അതുപോലുള്ള ആളുകൾക്കും പാർട്ടി പിളരുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. കാരണം അത് പിളരുന്നതിനോട് അവർക്ക് മാനസികമായി യോജിക്കാൻ കഴിഞ്ഞില്ല. അത് ഏറ്റവും പിളർന്നാൽ നല്ലത് എന്ന് വിശ്വസിച്ച ആളുകൾ CPIMൻ്റെ കൂടെ പോയ ആളുകൾക്കാണ്. അവർക്ക് പിളർന്നത് പാർട്ടി രക്ഷിക്കാനാണ് എന്നുള്ള ബോധത്തിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങളത് ചെയ്യരുത് എന്നും
പരമാവധി നിങ്ങളെയും കൂടി നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് എന്നുള്ള ഒരു കുറച്ചും കൂടി പതിഞ്ഞ സമീപനം എടുത്തതിൻ്റെ ഫലമായി പാർട്ടി കൈവിട്ടു പോയി. പാർട്ടിയിൽ മാർക്സിസ്റ്റ് CPM-നാണ് കൂടുതൽ മുന്നോട്ട് പോയത്. എന്നാൽ കൊല്ലം ജില്ലയിൽ ചില പ്രത്യേക ജില്ലകളിൽ പാർട്ടി നേതാക്കന്മാരും അവരുടെ ഇപ്പോൾ കൊല്ലത്ത് ജില്ലാ സെക്രട്ടറി അന്ന് KS ആയിരുന്നുകൊണ്ട് KS-ൻ്റെ കൂടെയായിരുന്നു അന്ന് പാർട്ടി കൂടുതൽ ആ പിളർപ്പിൻ്റെ ആഘാതം അധികം പോകാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. തൃശ്ശൂരിൽ അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. മറ്റ് ജില്ലകളിലൊക്കെ പാർട്ടി നേതാക്കന്മാരുടെ അവിടെ ഇപ്പോൾ ആലപ്പുഴയിൽ KR ഗൗരി, അച്യുതാനന്ദൻ അവരെല്ലാം അപ്പുറത്തായി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി അങ്ങോട്ടൊക്കെ പോയി. അങ്ങനെ ഓരോ ജില്ലകളിലും അങ്ങനെ ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെയും സ്വാധീനവും ബലാബലവും ഉപയോഗിച്ച് പാർട്ടി മുന്നോട്ട് പോയി. അപ്പോൾ പിന്നെ ദേശാഭിമാനി മലബാറിൽ അവർ പിടിച്ചെടുത്തു. കൊല്ലത്ത് പിടിച്ചെടുക്കാൻ വന്നപ്പോൾ അത് നടന്നില്ല. കൊല്ലത്ത് പാർട്ടിക്ക് ശക്തമുള്ളത് കൊണ്ട് കൊല്ലം ജനീയത്തിൻ്റെ കൂടെ നിന്നു. അപ്പോൾ അങ്ങനെ ഈ പിളർപ്പിൻ്റെ ആഘാതം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ മൊത്തത്തിൽ ബാധിച്ചു. 65 ഇലക്ഷൻ വന്നപ്പോൾ കൊല്ലം ജില്ലയിൽ അന്ന് കൊല്ലവും പത്തനംതിട്ടയും ഉണ്ടായിരുന്നു. ഈ 16 മണ്ഡലമാണ്. അത് കൊല്ലത്തിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്ത് CPIക്ക് വരാൻ പറ്റി. CPM-ന് 3ാം സ്ഥാനമോ ഒരിക്കൽ പോലിടത്തും CPM-ന് 2ാം സ്ഥാനം കിട്ടിയില്ല. അതുകൊണ്ടാണ് 67 ഇലക്ഷനിൽ ഈ മണ്ഡലങ്ങളെല്ലാം CPIക്ക് കിട്ടിയത്. CPI മാർക്സിസ്റ്റ് കാരണം വെച്ചാൽ 2ാം സ്ഥാനത്ത് വരുന്ന കക്ഷികൾക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളൊരു പൊതു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലമായ ഈ മണ്ഡലങ്ങൾ മൊത്തത്തിൽ 2ാം സ്ഥാനത്ത് വന്ന കക്ഷികൾക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം സീറ്റുകളും CPIക്ക് വന്നത്. ജനീകം ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായി അതിൻ്റെ ആഘാതം ജനീകത്തെയും ബാധിച്ചു. ജനീകത്തെ ബാധിച്ചല്ലേ. പക്ഷെ അന്ന് ജനീകത്തെ ദേശാഭിമാനിക്ക് കൊല്ലത്തെ കോഴിക്കോടിൻ്റെ പത്രമായതുകൊണ്ട് ജനീകം ദീർഘകാലം ജനീകത്തിന് ആ സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞു, നിലയുറപ്പിക്കാൻ കഴിയും. പക്ഷെ 67 ആയപ്പോൾ 65 ആയതോടുകൂടി തന്നെ ആശയപ്രചരണങ്ങൾ ശക്തമായി. CPM-നെ എതിർക്കാനും അവരുടെ നയങ്ങളോട് ആദ്യമായി തെനാലി സമ്മേളനം, അതിനുശേഷം അവരിൽ നിന്ന് നക്സലേറ്റ് ആവുന്നു. കുറേ പേര് നക്സലേറ്റ് ആവുന്നു. കനൂസനിയായാലും ചാരുമഞ്ചന്താരുടെയും പാർട്ടി പ്രത്യേകം ഉണ്ടാകുന്നു. ആ പാർട്ടി വീണ്ടും പിളരുന്നു. അപ്പോൾ ആ പിളർപ്പിനൊക്കെ എതിരായി ഈ പിളർപ്പിനെല്ലാം കാരണം ഈ പാർട്ടിയുടെ പിളർപ്പാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പാർട്ടി ശ്രമിച്ചു. 65 ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ EMS-ഉം CPM-ഉം എന്ത് ചെയ്തു? CPI ഇവിടെ ചേർന്ന് മുന്നണി ഉണ്ടാകും. 67 ആയപ്പം മുന്നണിയായപ്പോൾ CPI എങ്ങനെ ഒതുക്കാം എന്നുള്ളതാണ് CPM. ഏറ്റവും കുറഞ്ഞ 2 വകുപ്പുകൾ കൊടുത്തു, വ്യവസായവും കൃഷിയും കൊടുത്തു. CPI ഒന്നും വേണ്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ CPI അങ്ങനെ വന്നപ്പോൾ പാർട്ടി എന്ത് ചെയ്തു? നമ്മുടെ TV തോമസ് ജപ്പാനിൽ പോയി പുതിയ വ്യവസായങ്ങൾ, തോഷിബാനന്ദ് പോലെയുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അപ്പോൾ അത് ബൂർഷ്വാ പ്രവണതയാണെന്ന് പറഞ്ഞ് CPM വ്യാഖ്യാനിക്കും. പിന്നെ കർഷക തൊഴിലാളികളുടെ ബില്ല്, അവർക്ക് അവകാശങ്ങൾ കൊടുക്കണം, അവർക്ക് പെൻഷൻ കൊടുക്കണം, മറ്റു പലതും കൊടുക്കണം എന്ന് കർഷക തൊഴിലാളികൾക്ക് വേണ്ടി വാദിച്ചു. അപ്പോൾ ആ ബില്ല് പാസ്സായെങ്കിലും അത് നടപ്പിലാക്കാൻ തയ്യാറായില്ല. കാർഷിക ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ തയ്യാറായില്ല. ബില്ല് തന്നെ വളരെ താമസിച്ചാണ് പാസ്സാക്കിയത്. അപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പറേറ്റ് PK കുഞ്ഞിൻ്റെ പേരിൽ PK കുഞ്ഞിൻ്റെ അല്ല, വെല്ലിംഗ്ടൻ്റെ പേരിൽ തർക്കമായി പാർട്ടി പിളർന്നു, മുന്നണി പിളർന്നു. പിന്നെ CPM വിചാരിച്ചത് എന്താണ്? MN-യും TV-യും കൂടി അന്വേഷണ കമ്മീഷൻ്റെ മുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു മന്ത്രിസഭ ഉണ്ടാവില്ല എന്ന് CPM പ്രതീക്ഷിച്ചു. ആ കണക്കൂട്ടൽ തെറ്റിപ്പോയി. അച്യുതമേനോൻ മുഖ്യമന്ത്രിയാകുന്നു. മുഖ്യമന്ത്രിയായി 69 മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് കാലുമാറ്റം വന്നപ്പോൾ 70 മന്ത്രിസഭ പിരിച്ചുവിട്ടിട്ട് പുതിയ തിരഞ്ഞെടുപ്പ് നടന്നു. മന്ത്രിസഭ പിരിച്ചുവിട്ടിട്ട് പുതിയ ഗവൺമെൻറ് തിരിച്ചു വരുന്ന ആദ്യത്തെ ഗവൺമെൻറ് അച്യുതമേനോൻ്റെയാണ്. ഇപ്പോൾ പലരും പിണറായി ഗവൺമെൻറ് എന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ ഗവൺമെൻറ് അച്യുതമേനോൻ ഗവൺമെൻറ്റാണ്. അത് തിരിച്ചു വന്നു. അത് 7 വർഷക്കാലം ആ ഭരണം നടത്തി. കേരളത്തിൽ കണ്ട ഏറ്റവും നല്ല ഭരണം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത ഭരണം, വികസനത്തിൻ്റെ അടിത്തറയുണ്ടാക്കിയത് കേരള മോഡൽ എന്ന് പറയുന്നത് അതാണ്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലായി. ഈ ബില്ല് നടപ്പിലായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. എത്രായിരം ആളുകളെ മണ്ണിൻ്റെ ഉടമകളാക്കി മാറ്റി. പിന്നെ അതാണ് ആ സവിശേഷം. അതിൻ്റെ എല്ലാം കൂടെ ജനീകം ഉണ്ടല്ലോ. ആ ഓരോ
മേഖലകളിലും ജനകീയം സജീവമായി അതിൻ്റെ അതിൻ്റെ പ്രചരണ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. അതാണ് ജനകീയത്തിൻ്റെ ഒരു പ്രത്യേകത. ജനകീയം അടിയന്തരാവസ്ഥയെ ആദ്യം അനുകൂലിച്ച പാർട്ടിയാണ്. ഇതൊക്കെ പാർട്ടി അനുകൂലിച്ചുകൊണ്ട് ജനകീയം അനുകൂലിച്ചു. കാരണം അന്ന് പാർട്ടി എന്താണ് പറഞ്ഞത്? അത് ജയപ്രകാശ് മൂവ്മെൻ്റ് വന്നു, ഭരണം കുത്തഴിഞ്ഞു, രാജ്യത്തെ ജനങ്ങളെ യൂണിഫൈ ചെയ്യുന്നതിന് അടിയന്തരാവസ്ഥ ആവശ്യമാണ് എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപിക്കുമ്പോൾ CPIക്ക് അതിന് അനുകൂലമായിരുന്നു. അത് ജനീയവും അതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കേരളത്തിൽ ഒരുപാട് അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ പറയുമ്പോൾ തന്നെ ആഭ്യന്തര കാര്യത്തിലുണ്ടായ എക്സസ്സുകളുണ്ട്. അതൊന്നും ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അത് നക്സലൈറ്റുകളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള സിദ്ധാന്തം CPIക്കും കോൺഗ്രസിനും രണ്ടും രണ്ടാണ്. കാരണം വ്യക്തിപരമായി ഉന്മൂലനം ചെയ്തതുകൊണ്ട് ഒരു പ്രസ്ഥാനവും രക്ഷപ്പെടുകയില്ല. അങ്ങനെയല്ല, വ്യക്തിപരമായ ഉന്മൂലനമല്ല ആവശ്യം, ആശയപരമായ ഉന്മൂലനം കൊണ്ട് മാത്രമേ ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനുള്ളൂ. അതാണ് നമ്മുടെ ലൈൻ. ആ രണ്ട് ലൈനും തമ്മിൽ. പക്ഷേ ജയറാം പണിക്കലിനെ ഉപയോഗിച്ച് കരുണാകരൻ ഒരുപാട് എക്സസ്സുകൾ ചെയ്തു. എന്നാൽ അത് പല കാലങ്ങളിലും അച്യുതമേനോൻ ഇടപെട്ടെങ്കിലും അച്യുതമേനെ ഒളിച്ചു വെക്കാൻ, ഇന്നത്തെ അടിയന്തരാവസ്ഥയിൽ ഇവർക്ക് ആഭ്യന്തര വിഭാഗത്തിന് ഉള്ള അമിതമായ അധികാരം വെച്ചുകൊണ്ട് അവരത് ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത്. ഫലം ചെയ്തു. പലതവണ അച്യുതമേനോൻ തന്നെ അധികാരം ഒഴിയാൻ ആഗ്രഹിച്ച ആളാണ്. എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് പറയും, ആരോഗ്യപരമായ കാരണമുണ്ട് എന്ന് പറഞ്ഞോളൂ. പക്ഷേ അച്യുതമേനോൻ അതിനെ എങ്കിലും പാർട്ടി അപ്പോഴും അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് വരെ പാർട്ടി അനുകൂലമാണ്. എന്നാൽ കൊല്ലം ജില്ലയിൽ നമുക്ക് അറിയാം, ധാരാളം വൃത്തികേടുകൾ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരവൂരിൽ ചുമട്ടുതൊഴിലാളികളെ അടിച്ചു, ഒരുപാട്. അവിടെ ഒരു സമരവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിഷയം. അപ്പോൾ അന്ന് ഇവിടെ നിന്ന് 10-30 സഹകൾ പോയി. അവിടെ ഒരു 50 പേരുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒരു സാധനം എഴുതിയിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഈ പരവൂരിലെ പോലീസ് രാജ് ഇടപാടുകാരായിരുന്നു. അതിനെതിരായിട്ട് നടത്തിയ പ്രകടനം, ആ പ്രകടനത്തിലെ അടിച്ചമർത്തിയ കാര്യം, അവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ദീർഘകാലം ജയിലിലിട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച നിരവധി സഹാക്കൾ അന്ന് CPIക്കുണ്ട്. അതുപോലെ പോലീസിൻ്റെ മുഷ്കിനെതിരായിട്ട് പലയിടത്തും പ്രകടനം നടത്തുകയും യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊരു വ്യാപകമായ സമരമായിട്ടോ വ്യാപകമായ ഇതായിട്ട് വന്നിട്ടില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ കാർഷിക മുന്നേറ്റത്തിന് സഹായിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ, കല്ലട ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കൃഷി വകുപ്പ്. അന്നത്തെ കാലത്ത് CPI ആണ് അതിന് മുൻകൈയെടുത്തത്. അത് അന്ന് കൃഷിമന്ത്രി CPI അല്ലെങ്കിലും അടിയോടിയായിരുന്നു. പക്ഷേ എങ്കിലും ഈ നമ്മുടെ ശാസ്താംകോട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് അവിടെ ഒരു വലിയ ഒരു ശ്രമദാനമുണ്ടായിരുന്നു. അത് കല്ലട ഇറിഗേഷൻ്റെ ഇടതുകര കനാലിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. ആ കനാലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അത് എല്ലാ പാർട്ടികൾക്കും കുറേശ്ശെ സ്ഥലം കൊടുത്തു. അതിനകത്ത് CPM ഇല്ലായിരുന്നു. അവരെല്ലാം വളരെ സജീവമായി, തെങ്ങമൊക്കെ അതിൻ്റെ വളരെ സജീവ പ്രവർത്തകരായിരുന്നു, തെങ്ങമും തളമ്പിയാറും ഒക്കെ. അവിടെ ആ ഇറിഗേഷൻ കനാലിൻ്റെ നിർമ്മാണത്തിൽ അതുപോലുള്ള വികസന പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് ആ കാലഘട്ടത്തിൽ നടത്താൻ കഴിഞ്ഞത് തീർച്ചയായും കൊല്ലം ജില്ലയിൽ അടിയന്തരാവസ്ഥയുടെ നേട്ടമായി കണക്കാക്കുന്നു. അതേസമയം ഈ എക്സസിനെതിരായി വ്യാപകമായി ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾക്കെതിരായി പോരാടിയിട്ടുമുണ്ട്. ഒരിക്കലും അതിൻ്റെ തിന്മകൾക്ക് വേണ്ടി നിലകൊള്ളുകയല്ല ചെയ്തത്. തിന്മകളെ എതിർക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടിക്കന്നുണ്ടായത്. 86-ലാണെന്ന് തോന്നുന്നു, 86-ൽ 85-86 കാലത്ത് സൂര്യനാട്ടൊരു വലിയ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. അതായത് ഈ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ എല്ലാ വർഷവും അവിടെ കൂടുമായിരുന്നു. 2 പാർട്ടികൾ രണ്ടായിട്ടാണ് അവിടെ രക്തസാക്ഷി വാർഷികം നടത്തിക്കൊണ്ടിരുന്നത്.
അപ്പോൾ അത് ഇനിമേലിൽ ഞങ്ങൾ ഒന്നായിട്ട് പാർട്ടികൾ എന്തും ആയിക്കോട്ടെ, പാർട്ടിയുടെ രണ്ട് പാർട്ടികളുടെയും ചിന്ത എന്തുമായി, പക്ഷെ ഞങ്ങൾ ശൂരനാട് രക്തസാക്ഷി കുടുംബമാണ്. ഈ രക്തസാക്ഷികളെല്ലാം ഒരു പായിൽ ഒരുമിച്ച് ആഹാരം കഴിച്ച്, ഒരുമിച്ച് ഉറങ്ങി, ഒരുമിച്ച് പൊരുതി, ഒരുമിച്ച് ജയിലിൽ കിടന്നു. അങ്ങനെയുള്ള ആ രക്തസാക്ഷികൾ അവിടെ അധികാരമോ മറ്റെന്തെങ്കിലും സ്വത്തോ ഒന്നും അവരുടെ മനസ്സിലില്ല. അവരുടെ മനസ്സിലുള്ളത് ഒരു ഭാവി മാത്രമാണ്, ഒരു നാടിൻ്റെ ഒരു മോചനം മാത്രമാണ്. ആ മോചനത്തിന് വേണ്ടി ചിന്തിക്കുന്ന ആ ആളുകളുടെ മനസ്സെന്ന് പറയുന്നത് ഇങ്ങനെ പിളർന്നു പോകാനുള്ളതല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനിമേൽ ഒന്നായി മാത്രമേ രക്തസാക്ഷി ദിനം ആചരിക്കുകയുള്ളൂ എന്ന് തോപ്പിൽ ഭാസിയും പോറ്റി സാറും കേശവൻ പോറ്റി സാറും അതുപോലുള്ള ആളുകളും അവിടെ ജി കാർത്തികേയൻ, ചിത്തരഞ്ജൻ ഇവരെല്ലാം അന്ന് അവിടെ പോയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുകയും അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുകയും ഒരു പ്രമേയം പാസ്സാക്കുകയും ആ പ്രമേയം ജനീയത്തിൽ കൊടുക്കുകയൊക്കെ ചെയ്തു. ആ സമയത്താണ് തോപ്പിൽ ഭാസി എന്നോട് പറയുന്നത്, ഈ ശൂരനാട്ട് ഇങ്ങനെ ഒരു കാര്യം, ശൂരനാട്ട് സംഭവം ഒളിവിലെ ഓർമ്മകളിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അതൊക്കെ അവ്യക്തമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ആവശ്യമില്ലാത്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിലെ വ്യക്തികൾ പറ്റിയൊന്നും കാര്യമായൊന്നും ആരും കൈവച്ചിട്ടില്ല. അതുകൊണ്ട് എന്നോട് വളരെ സ്വാതന്ത്ര്യമുള്ള എൻ്റെ ഒരു വളരെ അടുത്ത മനുഷ്യനാണ് അദ്ദേഹം. അവിടെ വരാൻ പറയും. അങ്ങനെ എന്നെ ഒരു ദിവസം അദ്ദേഹം വിളിച്ചുകൊണ്ട് പോവുക. ഞാനത് എൻ്റെ ശൂരനാട് ചുവന്നപ്പോൾ എന്ന് പറഞ്ഞ എൻ്റെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൽ ഞാൻ എങ്ങനെയാണ് ശൂരനാട് എത്തപ്പെടുന്നത് 56. അപ്പോൾ ഞാൻ അവിടെ എത്തുന്നു. ശൂരനാട് രക്തസാക്ഷികളുടെ അവരുടെ മീറ്റിംഗ് നടക്കുന്നു. അതിൽ ഓരോരുത്തരോടും കാന്തശ്ശേരി തോപ്പിൽ പാസിക്കുള്ള വ്യക്തിപരമായ ബന്ധം, പോറ്റി സാറിനുള്ള ബന്ധം, കുടുംബ പ്രശ്നങ്ങൾ, ദൈനംദിന ജീവിതം, രക്തസാക്ഷി കുടുംബങ്ങളെ അവഗണിക്കുന്നു. ഭാസി സിനിമാക്കാരികളുടെ പുറകിന് പോയി എന്ന് അന്ന് അച്യുതാനന്ദൻ എവിടെയോ ആരോപണം കേരളമോദിയിലാണെന്ന് തോന്നുന്നു ലേഖന പരമ്പര ഒന്ന് തോപ്പിൽ പാസിയും അച്യുതാനന്ദനുമായിട്ടൊരു മത്സരമുണ്ട്, ലേഖന മത്സരമുണ്ടായിരുന്നു. അതിൽ എവിടെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടാണ് ഭാസി ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്നുള്ള നിലയിൽ തന്നെ ആ ഒരു ഉള്ളിൽ എൻ്റെ മനസ്സിലതുണ്ട്. അങ്ങനെയാണ് എഴുതിയത്. അങ്ങനെയാണ് ഞാൻ ആ പുസ്തകം എഴുതുന്നത്. അത് ജനീയത്തിൽ സീരിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ രക്തസാക്ഷി കുടുംബങ്ങൾ അവരെ ഓരോരുത്തരെ പോയി കാണുന്നു, അവരുടെ ജീവിതം. ആ ഒരു ജേർണലിസ്റ്റിൻ്റെ രീതിയിൽ ഞാൻ ആ പുസ്തകം കൃത്യമായി അത് എഴുതി. അത് ജനീയം വാരിക വന്നു, പിന്നെ അത് പുസ്തകമായി. അത് റിലീസ് ചെയ്തത് ഇളയം ഭാർഗവനാണ്. അതിന് അവതാരിക എഴുതിയത് TKV ആണ്. അങ്ങനെ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷമാണ് എമ്മനെ പറ്റിയൊരു പുസ്തകം, നിരവധി വ്യക്തികൾ എഴുതിയിട്ടുള്ളതും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പുസ്തകം എഡിറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് ചന്ദ്രപ്പൻ സെക്രട്ടറി ആയിരിക്കുമ്പം എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ പ്രഭാത് ബുക്ക് ഹൗസാണ് അത് പറയുന്നത്. എമ്മൻ എന്ന് പറഞ്ഞ എമ്മനെ പറ്റിയത് വളരെ വലിയ എന്താ പറയുക, വളരെ നന്നായി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എമ്മൻ ആരാണെന്നുള്ളതിൻ്റെ. കാരണം എമ്മൻ എഴുതിയെന്ന് പറഞ്ഞാൽ എമ്മൻ്റെ ആത്മകഥ 47 ശേഷം പറഞ്ഞിട്ടില്ല. 47 വരെ പറഞ്ഞിട്ടുള്ളൂ. 47 കഴിഞ്ഞ് ഗാന്ധിജി മരിച്ചു കഴിഞ്ഞപ്പോൾ എമ്മൻ്റെ ആത്മകഥ തീരുക. എന്നാൽ എമ്മൻ്റെ ജീവിതയാത്ര അതിന് ശേഷമാകും. അതൊന്നും ഇന്നും ആ ഒരു ജീവചരിത്രം വേണ്ടത്ര വന്നിട്ടില്ല. അപ്പോൾ എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത കഥകൾ വിവിധ വ്യക്തികൾ പറഞ്ഞിട്ടുള്ളത് ചേർത്തിട്ട് അങ്ങനെ ഒരു സമയം. ഇതിനിടയിൽ തോപ്പിൽ പാസി തന്നെ പറഞ്ഞിട്ടാണ്, തോപ്പിൽ പാസി ഇടയ്ക്ക് ജനകീയ വാരികയുടെ ഉപദേശ സമിതിയിലുണ്ടായിരുന്നു. ഈ നമ്മുടെ തകഴിയുടെ വീട്ടിൽ തകഴിയെ പോയി കണ്ട് അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയി അവിടെ തകഴിയെ പരിചയപ്പെടുത്തുന്നത്. പിന്നീടൊരു 1.5 വർഷക്കാലം ഞാൻ തകഴിയിൽ കൃത്യമായി പോകുമായിരുന്നു. അപ്പോൾ തകഴിയുടെ കഥകൾ പറയാൻ തുടങ്ങി. അങ്ങനെ അതൊരു പുസ്തകമാക്കി ഞാനത് വാരികയിൽ വന്നു, പുസ്തകമാക്കിയിട്ടുണ്ട്. പിന്നെ കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ സംഭവങ്ങൾ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ 2 പുസ്തകം അല്ലാതെ റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കാത്തിരുന്ന അമ്മമാറുന്നു, വേണാട്ടെ പോരാട്ട വീര്യം എന്ന് പറയുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ
ഇതിനിടയിൽ ഇതെല്ലാം ജനീകം പത്രത്തിൽ കൊടുത്ത സാധനങ്ങൾ തന്നെയാണ്. പത്രത്തിലും വാരികയിലുമായി വന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളത്. പിന്നെ എനിക്ക് മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത്, ഞാൻ പത്രപ്രവർത്തന ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വേദന ഉണ്ടാക്കുന്നത് ഞാൻ കണ്ട കാര്യങ്ങൾ. ഒന്ന് മലനടയിലെ തീ പിടുത്തമാണ്. മലനട അത് അന്ന് ഞങ്ങൾ പോണത്, അന്ന് ഞങ്ങൾ ഇവിടുന്ന് പത്രക്കാരെല്ലാം പോകണം. പക്ഷെ ഞാൻ ആ വെടിമരുന്നിൻ്റെ പുരണ്ട് കിടക്കുന്ന ശരീരത്തിൻ്റെ കഷ്ണങ്ങൾ, ഇറച്ചി കഷ്ണം പോലെ, അത് എൻ്റെ ജീവിതത്തെ ഒരിക്കലും മായാത്ത ഒരു സംഭവം. പിന്നെ നമ്മളെ പെരുമൺ ദുരന്തത്തിലെ ആദ്യത്തെ ദിവസം പോയത് ലക്ഷ്മണ സാറും പിന്നെ നമ്മുടെ സന്തോഷമാണ്. എന്നാൽ പിന്നീട് പല ദിവസങ്ങളിലും നമ്മളതുമായി ബന്ധപ്പെട്ട് പോയി. പെരുമൺ ദുരന്തത്തെ പറ്റി അതിൻ്റെ കഥകൾ സൈഡ് ലൈറ്റ്സുകളിലേക്ക്, ആ സ്പോട്ടിലേക്ക് ആദ്യം ജനയുഗത്തിൽ നിന്ന് പോണത് അവരാണ്. എന്നാൽ അതിൻ്റെ ഓരോ ഘട്ടത്തിലും പല നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് അത് ഹോസ്പിറ്റൽ, അന്നത്തെ ദിവസത്തെ ഹോസ്പിറ്റലിലെ നമ്മളുടെ കാഴ്ച, ഈ അവിടുത്തെ ദുരന്തത്തിൻ്റെ ആ സ്ഥലത്തെ സംഭവങ്ങളല്ലല്ലോ. അതിൻ്റെ ശേഷം ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വിട്ടത്. ഇവിടെ ഹോസ്പിറ്റലിലെ ആ രംഗം ഭീകരമാണ്. അതാണ് മറ്റൊരു വലിയ കാര്യം. പിന്നെ നമ്മുടെ സുനാമി വന്ന കാലഘട്ടത്തിൽ കരുനാഗപ്പള്ളി ആശുപത്രിയിലേക്ക് ഈ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്, അതും എൻ്റെ ഒരു വല്ലാത്ത ഒരു രംഗമാണ് എനിക്കുണ്ടായത്. പിന്നെ പിന്നെ നമ്മളുടെ പൊതുവായ നിരവധി ഏതാനും കേസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ കേസുകളിൽ നമ്മളെ പ്രതിയാക്കിയിട്ടുണ്ട്, വാദിയായിട്ടുണ്ട്, പലതരത്തിലുള്ള. അത് നമ്മുടെ ഒരു പത്രപ്രവർത്തകനെതിരെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തത് സംബന്ധിച്ചിട്ടുള്ള അവരൊക്കെ ഇപ്പം പല ആളുകളും അതിൻ്റേതായ ഒരു നമ്മൾ അങ്ങനെ CJM കോടതിയിലും ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ഒക്കെയുള്ള കേസുകൾ, അതിലൊക്കെ നമ്മൾ പോകേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പൊതുവിൽ പറഞ്ഞാൽ, പിന്നെ ഞാൻ പത്രപ്രവർത്തക യൂണിയനിൽ 2 തവണ കൊല്ലം പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാനൊരു 8 മാസത്തോളം മോസ്കോയിൽ പരിശീലനത്തിന് പോയിട്ടുണ്ട്. പിന്നെ നിരന്തരം പിന്നെ ധാരാളം ഈ ഞാൻ പറഞ്ഞില്ലേ, ആദിവാസി മേഖലകൾ, കാർഷിക മേഖലകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. ഒരു അവാർഡും എന്നെ തേടി വന്നിട്ടുമില്ല, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. അവാർഡിൻ്റെ മേഖലകൾ, ഞാൻ കാമ്പിശ്ശേരി കരുണാകരൻ ലൈബ്രറിയുടെ പേരിലുള്ള അവിടുത്തെ ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്. നമ്മൾ കാമ്പിശ്ശേരിയുടെ പേരിൽ ഇപ്പോൾ 6 എഡിറ്റോറിയൽ അവാർഡുകൾ കൊടുത്തിട്ടുള്ളതല്ല. അത് അവാർഡുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. 1-2 അവാർഡുകൾക്ക് ക്ഷണിച്ചായിരുന്നു, നമുക്കത് വേണ്ട എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും വലിയ വലിപ്പമായിട്ട് പറയാത്തതുകൊണ്ട് കളയുന്നു. ഇപ്പം ഞാൻ കൊല്ലം ജനയുഗത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററായിരുന്നു. ഇപ്പോൾ അതൊരു പ്രൊമോഷനായി അത് റീജിയണൽ എഡിറ്ററായിട്ട് പ്രൊമോട്ട് ചെയ്തു. കൊല്ലത്ത് ഇപ്പം പത്രം തിരുവനന്തപുരത്തു നിന്നാണ്. ഇപ്പോൾ പത്രം ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താണ്. പ്രധാനപ്പെട്ട പേജുകളെല്ലാം തിരുവനന്തപുരത്താണ്. എന്നാൽ ഇവിടെ കൊല്ലത്ത് 3 പേജുകളാണ് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ 3 പേജുകളുടെ ചുമതല. പിന്നെ പൊതുവായിട്ടുള്ള വാർത്തകൾ കൊല്ലത്തുനിന്ന് കൊടുക്കേണ്ടത്, അത്യാവശ്യം തിരുവനന്തപുരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, കൊല്ലത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ്. നമ്മൾ കുറേ കൂടി, ഞാൻ 60-ൽ പെൻഷനായി കഴിഞ്ഞതിന് ശേഷം ചെറുപ്പക്കാരാണ് ആ മേഖലകൾ വലുതും കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ പൊതുവിൽ ഇപ്പോഴും രാത്രിയിൽ രാവിലെ വന്നാൽ അരയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ പോകുമെങ്കിലും രാത്രി 11:30 പത്രം കണ്ടിട്ടതിന് ശേഷമേ, പത്രം ഇവിടെ അടിക്കുന്നുണ്ട്, അപ്പോൾ പത്രം കണ്ടതിന് ശേഷമേ ഞാനിപ്പോഴും പോയിട്ടുള്ളൂ. അതെനിക്ക് തോന്നുന്നു ഇത്രയും എൻ്റെ ജീവിതത്തിലൊരു വലിയ സംഭവമാണ്. ഇത്രയും ഇപ്പോഴും പത്രം കണ്ടിട്ട് രാത്രിയിൽ പോകുന്ന ഒരു ഭാഗ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞേ ഉറങ്ങാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യം. എൻ്റെ ഭാര്യ ഗിരിജാകുമാരി എന്നാണ്. ഗിരിജാകുമാരി കുണ്ടറ കെല്ലിലെ ഒരു ജൂനിയർ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. എൻ്റെ കൂടെയുണ്ട്. പിന്നെ എനിക്ക് 2 മക്കളാണ്. മൂത്ത മോള് അവൾ TKM കോളേജിൽ നിന്ന് BTech പാസ്സായി, സിവിലായിരുന്നു. അത് കഴിഞ്ഞ് അവളെ കല്യാണം കഴിഞ്ഞു. ഭർത്താവ് അവിടെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യായിരുന്നു, ശ്യാം നായർ. മോളുടെ പേര് ലക്ഷ്മി, വൈഫിൻ്റെ പേര് ഗിരിജാകുമാരി.
ഈ മോള് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MS എടുത്തു. എന്നിട്ട് അവർക്ക് 2 മക്കൾ, മായ ശ്യാം നായർ, മായ, മറ്റേത് നീര, 2 മക്കൾ, 2 പെണ്ണുങ്ങൾ. അവർ രണ്ടുപേരും ഇടയ്ക്ക് വെച്ച് അവർക്ക് USA അമേരിക്ക മതിയായി. അവർ ഇപ്പോൾ കാൺപൂർ IIT-യിൽ അദ്ദേഹം അവിടുത്തെ പ്രൊഫസറാണ്. മോൾ അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇതാണ് മോള്. മോൻ്റെ പേര് അശ്വിൻ. MBA കഴിഞ്ഞു. ലക്ഷ്മിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. മീനാക്ഷിയാണ് മോള്. ലക്ഷ്മി മെഡിസിറ്റിയിലെ സൈക്കോളജിസ്റ്റാണ്. മോന് MBA കഴിഞ്ഞ് പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്തതിന് ശേഷം മതിയാക്കി അദ്ദേഹം ഒരു സിനിമ, അദ്ദേഹം ചലച്ചിത്രവും ഫോട്ടോഗ്രാഫിയിലാണ് താല്പര്യം. നിരവധി ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരിതൾ എന്ന് പറഞ്ഞത് ദൂരദർശനാണ് പ്രസിദ്ധീകരിച്ചത്. അത് അതിലെ നായിക മോള കുഞ്ഞ്. അപ്പോൾ അവളുടെ ഏറ്റവും നല്ല ബാലതാരത്തിനുള്ള കഴിഞ്ഞ അങ്ങേ വർഷത്തെ ഈ ഹ്രസ്വ ഫിലിമിൻ്റെ സ്റ്റേറ്റ് അവാർഡ് നേടിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ സിനിമ എടുത്തു, സ്വന്തമായിട്ട് എടുത്തതാണ്. 5 Seeds എന്നാണ്. അതൊരു ആന്തോളജി സബ്ജക്റ്റാണ്. അതിൽ മോളും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം ബാലതാരങ്ങളാണ്. വലിയ നായക പ്രാധാന്യമുള്ളതല്ല. എന്നാൽ അതിന് ഫിലിം ക്രിട്ടിക്സിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പം കേരളത്തിലെ ഈ ഇവരുടെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു OTT ഉണ്ട്, അതിനകത്ത് പ്രദർശിപ്പിച്ച് വരുന്നുണ്ട്. 5 Seeds എന്നാണ് ഇതിൻ്റെ പേര്. അതാണ് മോൻ. ഇതാണ് എൻ്റെ, നിങ്ങൾ കടപ്പാക്കടയിൽ പത്രപ്രവർത്തക കോളനിയിലാണ് താമസം.